ഓക്കെ, ഇപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ആൾട്ടർനേറ്റർ ആയിരുന്നു, സിങ്ക്രോണസ് ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സിങ്ക്രോണസ് മോട്ടറാണ്. നമുക്കറിയാം ആൾട്ടർനേറ്റർ എന്ന് വെച്ചാൽ സിങ്ക്രോണസ് ജനറേറ്റർ ആണ്, അതേപോലെ സിങ്ക്രോണസ് മോട്ടറും കൂടിയുണ്ട്. സിങ്ക്രോണസ് മോട്ടർ ഓൾമോസ്റ്റ് സിമിലർ ആണ്, രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസ്, കൺസ്ട്രക്ഷനിൽ രണ്ടും സിമിലർ തന്നെയാണ്. അപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റും സിമിലർ തന്നെയാണ്. അപ്പോൾ സിങ്ക്രോണസ് മോട്ടർ ഒരു 3 ക്ലാസ്സോട് കൂടി സിങ്ക്രോണസ് മോട്ടർ തീരും. അത് കഴിഞ്ഞ് നമ്മൾ സിങ്ക്രോണസ് മോട്ടറും ആൾട്ടർനേറ്ററും ജനറലായിട്ട് സിങ്ക്രോണസ് മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ മുമ്പ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിങ്ക്രോണസ് മോട്ടർ കൺസ്ട്രക്ഷൻ, ആദ്യം തന്നെ കൺസ്ട്രക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ സിങ്ക്രോണസ് മോട്ടറും സിങ്ക്രോണസ് ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ തമ്മിൽ എന്തില്ല, കൺസ്ട്രക്ഷനിൽ ഡിഫറൻസ് ഒന്നുമില്ല. എന്തുതന്നെയാണ്, കൺസ്ട്രക്ഷനിൽ രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അത് നമ്മുടെ സ്റ്റേറ്ററിൽ എന്തുണ്ടാവും, 3 ഫേസ് വൈൻഡിങ്, സ്റ്റേറ്ററിൽ 3 ഫേസ് വൈൻഡിങ്, ആർമേച്ചർ വൈൻഡിങ് സ്റ്റേറ്ററിലാണ് വരിക. അതേപോലെ റോട്ടറിലേക്ക് നമ്മൾ എന്ത് കൊടുക്കും, ഫീൽഡ് കൊടുക്കും. ഓക്കെ, റോട്ടറിലേക്ക് ഫീൽഡ് സപ്ലൈ, DC സപ്ലൈ കൊടുക്കും ഫീൽഡിലേക്ക്. അത് ഡബിളി എക്സൈറ്റഡ് മെഷീൻ ആണ്. എന്ന് വെച്ചാൽ സ്റ്റേറ്ററിലേക്ക് 3 ഫേസ് സപ്ലൈ AC-യും കൊടുക്കുന്നുണ്ട്, 3 ഫേസ് AC-യും കൊടുക്കുന്നുണ്ട്. അതേപോലെ റോട്ടറിലേക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഫീൽഡിലേക്ക് DC-യും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 എക്സൈറ്റേഷൻ നടക്കുന്നുണ്ട്, DC-യും ഉണ്ട് AC-യും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സിങ്ക്രോണസ് മെഷീൻസിന് ഡബിളി എക്സൈറ്റഡ് മെഷീൻ, 2 എക്സൈറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഡബിളി എക്സൈറ്റഡ് മെഷീൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്റ്റേറ്റർ ഹാസ് എ ലാമിനേറ്റഡ് കോർ വിത്ത് സ്ലോട്ട്സ് ടു ഹോൾഡ് ദ 3 ഫേസ് വൈൻഡിങ്. സ്റ്റേറ്ററിൽ നമ്മുടെ 3 ഫേസ് വൈൻഡിങ്ങിനെ ഹോൾഡ് ചെയ്യാനുള്ള ലാമിനേറ്റഡ് കോറും ബാക്കി കാര്യങ്ങളുണ്ട്. അതുപോലെ റോട്ടർ ഹോൾഡ്സ് ദ ഫീൽഡ് വൈൻഡിങ്, റോട്ടറിലാണ് നമ്മൾ ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുള്ളത്. റോട്ടർ നേരത്തെ നമ്മൾ ആൾട്ടർനേറ്ററിൽ പറഞ്ഞ പോലെ സാലിയന്റ് ബോൾ ആവാം, സിലിണ്ടറിക്കൽ ടൈപ്പ് ആവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൽ റോട്ടറിലേക്കാണ് എന്ത് കൊടുക്കുന്നത്, ഫീൽഡ് വൈൻഡിങ് കൊടുക്കുന്നത് പറഞ്ഞു. DC സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ പ്ലസും മൈനസും രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. അതിനകത്ത് 2 സ്ലിപ്പ് റിങ്സ് ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, റോട്ടറിലേക്ക് DC സപ്ലൈ കൊടുക്കുന്നത് നമ്മൾ സ്ലിപ്പ് റിങ്സ് വെച്ചാണ് കൊടുക്കുന്നത്. ജനറലി ടു പാസ് ദ DC, റോട്ടർ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടി 2 സ്ലിപ്പ് റിങ്സും ഉണ്ട്. ഇതാണ് കൺസ്ട്രക്ഷൻ പാർട്ടിൽ വരുന്നത്. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ടൊരു സാധനം കൂടി ഉണ്ട്, ഡാമ്പർ വൈൻഡിങ് എന്ന് പറയും. ഓക്കെ, സിങ്ക്രോണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ ലൈക്ലി ടു ഹണ്ടിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹണ്ടിങ്ങിനെ കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പറയും. അപ്പോൾ ഹണ്ടിങ് എന്താണെന്ന് പറഞ്ഞാൽ സിങ്ക്രോണസ് മോട്ടർ എപ്പോഴും എന്തിലാണ് കറങ്ങുക, സിങ്ക്രോണസ് സ്പീഡിൽ, കോൺസ്റ്റന്റ് സ്പീഡിലാണ് എന്ത് ചെയ്യുക, കറങ്ങുക. പക്ഷേ സപ്പോസ് ലോഡിൽ ചെറിയൊരു പെട്ടെന്ന് വേരിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സിങ്ക്രോണസ് മോട്ടർ സിങ്ക്രോണിസത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എന്ന് വെച്ചാൽ സിങ്ക്രോണസ് സ്പീഡിൽ നിന്ന് മാറിപ്പോകും. ചിലപ്പോൾ സ്പീഡ് കൂടാം, ചിലപ്പോൾ എന്ത് ചെയ്യാം, ലോഡ് കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് കുറയാം. ഓക്കെ, അങ്ങനെ കുറയുമ്പോൾ അത് വീണ്ടും സിങ്ക്രോണിസത്തിലേക്ക് എത്താൻ വേണ്ടി സംഭവിക്കും, ചെറിയൊരു ഡിലേ ഉണ്ടാവും, അതിന് ഓസിലേഷൻ സംഭവിക്കും. റോട്ടറിൽ ഒരു ഓസിലേഷൻ ഉണ്ടാവും. ആ ഓസിലേഷൻ നമ്മൾ ഹണ്ടിങ് എന്ന് പറയാം. ഓക്കെ, ഹണ്ടിങ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ സിങ്ക്രോണസ് മോട്ടർ ഹണ്ടിങ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഹണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്തും കൂടി പ്ലേസ് ചെയ്യും, അഡീഷണൽ ആയിട്ട് ഡാമ്പർ വൈൻഡിങ് എന്ന് പറഞ്ഞ ഒരു വൈൻഡിങ് കൂടി എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. അത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, റോട്ടർ പോൾസിലാണ് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. അതായത് ഇതാണ് റോട്ടർ എങ്കിൽ ഈ റോട്ടറിൻ്റെ പോൾസിൽ. ഓക്കെ, ഇവിടെയാണ് എന്ത് വരിക, ഡാമ്പർ വൈൻഡിങ് വരിക. അപ്പോൾ ഡാമ്പർ വൈൻഡിങ് മെയിൻ 2 ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഹണ്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുക, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്, സ്റ്റാർട്ടിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, സിങ്ക്രോണസ് മോട്ടറിൽ സ്റ്റാർട്ടിങ് ടോർക്ക്, സിങ്ക്രോണസ് മോട്ടർ എന്ന് പറയുന്നത് സെൽഫ് സ്റ്റാർട്ടിങ് അല്ല, നമ്മൾ അഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് മെത്തേഡ്സ്, സ്റ്റാർട്ടിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും കൂടി ആര് ഫംഗ്ഷൻ ചെയ്യും, ഡാമ്പർ വൈൻഡിങ്സ് ഫംഗ്ഷൻ ചെയ്യും. ഓക്കെ, പക്ഷേ സിങ്ക്രോണസ് സ്പീഡിൽ സ്റ്റാർട്ടിങ് സമയത്ത് മാത്രമേ ഡാമ്പർ വൈൻഡിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സിങ്ക്രോണസ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ടോർക്ക്. ഓക്കെ, ഡാമ്പർ വൈൻഡിങ് സിങ്ക്രോണസ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ ഡാമ്പർ വൈൻഡിങ് കാരണം ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സ്റ്റാർട്ടിങ് ടോർക്കിന് വേണ്ടി മാത്രമാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും. ദാറ്റ് ഈസ് ഡാമ്പർ വൈൻഡിങ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ടോർക്ക് വെൻ ദ മോട്ടോർ റൺസ് അറ്റ് സിങ്ക്രോണസ് സ്പീഡ്. ഓക്കെ, സിങ്ക്രോണസ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല, ഡാമ്പർ വൈൻഡിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് കൺസ്ട്രക്ഷൻ പാർട്ടിൽ വരുന്നത്. ഇനി സിങ്ക്രോണസ് മോട്ടറുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മോസ്റ്റ് സിങ്ക്രോണസ് മോട്ടേഴ്സ് ആർ റേറ്റഡ് ബിറ്റ്വീൻ 150 kW ആൻഡ് 15 megawatts. ഓക്കെ, നോർമലി ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത് 15 കിലോവാട്ട്, 150 കിലോവാട്ട്, 15 മെഗാവാട്ട് ആ റേഞ്ചിലുള്ള സിങ്ക്രോണസ് മോട്ടേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്പീഡ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് 150 to 1800 RPM. 150 RPM മുതൽ 1800 RPM വരെയുള്ള സ്പീഡ് റേഞ്ചസ് ഇവിടെ കിട്ടും, സിങ്ക്രോണസ് മോട്ടറിൽ കിട്ടും. ഓക്കെ, ഇനി സ്പീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചുള്ള പോലെ തന്നെയാണ്, സിങ്ക്രോണസ് സ്പീഡ് ഈസ് ഈക്വൽ ടു 120 F/P. ഓക്കെ, 120 F/P ആണ് ഇത് സ്പീഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എങ്ങനെയാണ് മോട്ടോർ കറങ്ങുക, നമ്മൾ ആദ്യം 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നു സ്റ്റേറ്ററിലേക്ക്.
ത്രീ ഫേസ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ പ്രൊഡ്യൂസ് സ്റ്റേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അതേപോലെ നമ്മൾ എന്ത് കൊടുക്കും? റോട്ടറിലേക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? സ്റ്റേറ്ററിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ റോട്ടറിൽ നമ്മൾ ഫീൽഡ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. റോട്ടറിൽ എന്തുണ്ട്? ഒരു ഫ്ലക്സ് ഉണ്ട്. ഓക്കെ, ഇനി റോട്ടർ ഫ്ലക്സും നമ്മുടെ സ്റ്റേറ്റർ ഫ്ലക്സും തമ്മിൽ എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റിക് ലോക്കിംഗ് നടക്കും. അതായത് ഇവിടെ നോർത്ത് പോൾ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? റോട്ടറിൻ്റെ, ഇത് സ്റ്റേറ്ററിൻ്റെ ആണ്, സ്റ്റേറ്ററിൻ്റെ നോർത്ത് പോൾ, അതുപോലെ റോട്ടറിൻ്റെ സൗത്ത് പോളും തമ്മിൽ എന്ത് സംഭവിക്കും? ഒരു മാഗ്നറ്റിക് ലോക്കിംഗ് നടക്കും. മാഗ്നറ്റിക് ലോക്കിംഗ് നടക്കുമ്പോൾ സ്റ്റേറ്റർ ഫ്ലക്സിൻ്റെ അതേ സ്പീഡിൽ തന്നെ അതേ ഡയറക്ഷനിലേക്ക് ആരും കൂടി കറങ്ങും? റോട്ടർ ഫ്ലക്സും കൂടി കറങ്ങും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സിങ്ക്രണസ് മോട്ടർ വർക്ക് ചെയ്യുന്നത്. വർക്കിംഗ് നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അറിയേണ്ട. ജസ്റ്റ് മാഗ്നറ്റിക് ലോക്കിംഗ് നടക്കുന്നത് അറിയാം. സ്റ്റേറ്ററിൻ്റെ ഫ്ലക്സിലും റോട്ടർ ഫ്ലക്സ് പോൾസും തമ്മിൽ എന്ത് സംഭവിക്കും? ഒരു മാഗ്നറ്റിക് ലോക്കിംഗ് സംഭവിക്കും. അത് നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ ഒരു അട്രാക്ഷൻ വരും, ലോക്കിംഗ് സംഭവിക്കും. അങ്ങനെ ലോക്കിംഗ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ റോട്ടറും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? കറങ്ങാൻ വേണ്ടി തുടങ്ങുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് റൺസ് അറ്റ് സിങ്ക്രണസ് സ്പീഡ്. എപ്പോഴും സിങ്ക്രണസ് മോട്ടോർ കറങ്ങുന്നത് സിങ്ക്രണസ് സ്പീഡിലായിരിക്കും. സിങ്ക്രണസ് സ്പീഡിലായത് കൊണ്ട് തന്നെ സ്ലിപ്പിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഇനി ഒരു പുതിയ ടേം വന്നത് സ്ലിപ്പ്. എന്താണ് സ്ലിപ്പ്? സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിലാണ് മെയിനായിട്ട് സ്ലിപ്പിന്റെ എഫക്ട് വരുന്നത്. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡ്, സ്റ്റേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന്റെ സ്പീഡ് മൈനസ് ആക്ച്വലി റോട്ടറിൽ ഉണ്ടാവുന്ന സ്പീഡ്. ഓക്കെ, അതിനെയാണ് സ്ലിപ്പ് സ്പീഡ് എന്ന് പറയാം. NS മൈനസ് NR. ഓക്കെ, സ്ലിപ്പ് സ്പീഡ്, സിങ്ക്രണസ് സ്പീഡ് മൈനസ് റോട്ടറിൻ്റെ ആക്ച്വൽ സ്പീഡ്. ഇപ്പോൾ നോക്കിയാൽ റോട്ടർ, സിങ്ക്രണസ് മോട്ടറിൻ്റെ കേസിലാണെങ്കിൽ റോട്ടർ ഏത് സ്പീഡിൽ തന്നെയായിരിക്കും കറങ്ങുക? NSൽ തന്നെയാണ് എന്ത് കറങ്ങുക? റോട്ടറും കൂടി കറങ്ങുക. ദാറ്റ് ഇസ് NS മൈനസ് NS. സ്ലിപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിങ്ക്രണസ് മോട്ടറിൻ്റെ കേസിൽ സ്ലിപ്പിൻ്റെ വാല്യൂ 0 ആണ്. കാരണം സിങ്ക്രണസ് മോട്ടർ എപ്പോഴും സിങ്ക്രണസ് സ്പീഡിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? കറങ്ങുക. വൈൽ റണ്ണിങ് ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. എപ്പോഴും റണ്ണിങ് സമയത്ത് അത് കോൺസ്റ്റന്റ് സ്പീഡിൽ തന്നെ ആയിരിക്കും. ലോഡ് കാരണം ചെറിയൊരു മൊമെന്ററി ചേഞ്ച് ഉണ്ടാവും. ലോഡ് ചിലപ്പോൾ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്താൽ സ്പീഡ് ജസ്റ്റ് ഒന്ന് കുറയും. അപ്പോൾ തന്നെ അത് എന്തിലേക്ക് എത്തും? സിങ്ക്രണസ് സ്പീഡിലേക്ക് തന്നെ തിരിച്ചെത്തും. അതേപോലെ ലോഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡിനേക്കാളും കൂടും, പക്ഷേ മൊമെന്ററി ആയിട്ട് തന്നെ തിരിച്ച് വീണ്ടും സിങ്ക്രണസ് സ്പീഡിലേക്ക് എന്തെത്തും? തിരിച്ചെത്തും. ദാറ്റ് ഈസ് വൈൽ റണ്ണിങ് ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റന്റ് സ്പീഡ്. അപ്പോൾ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ എന്തേ വഴിയുള്ളൂ? റണ്ണിങ് സമയത്ത് ഫ്രീക്വൻസിയിൽ എന്ത് വേണം? സപ്ലൈ ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ. കാരണം നോക്കി, NS is equal to 120 F/P ആണ്. P എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് പോൾസ്. അതെന്തായാലും കൺസ്ട്രക്ഷൻ സമയത്ത് ഫിക്സ്ഡ് ആണ്. റണ്ണിങ് സമയത്ത് അത് ചേഞ്ച് ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെന്താ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ള ഇതേ ഉള്ളൂ? നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസി ആണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ സപ്ലൈ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്താലേ എന്ത് മാറുള്ളൂ? നമ്മുടെ സിങ്ക്രണസ് സ്പീഡ് അല്ലെങ്കിൽ റോട്ടറിൻ്റെ സ്പീഡ് എന്തേ ഉള്ളൂ? ചേഞ്ച് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് വൈൽ റണ്ണിങ് ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റന്റ് സ്പീഡ്. ദ ഓൺലി വേ ടു ചേഞ്ച് ഇറ്റ് സ്പീഡ് ഈസ് ടു വേരി ദ സപ്ലൈ ഫ്രീക്വൻസി. സപ്ലൈ ഫ്രീക്വൻസി വേരി ചെയ്താലേ എന്ത് മാറുള്ളൂ? സ്പീഡ് ചേഞ്ച് ചെയ്യുള്ളൂ. ബിക്കോസ് NS is equal to 120 F/P. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സിങ്ക്രണസ് മോട്ടർ എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. ഒരിക്കലും സിങ്ക്രണസ് മോട്ടർ എന്ത് ചെയ്യില്ല? സെൽഫ് സ്റ്റാർട്ടിങ് ചെയ്യില്ല. ഓക്കെ, അതിൻ്റെ കാരണങ്ങളൊക്കെ ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നോർത്ത് പോൾ, സപ്പോസ് ഇത് നോർത്ത് പോളാണ്, ഇതെന്തായിരിക്കും? റോട്ടറിൻ്റെ ഇത് നോർത്ത് പോളെന്ന് വിചാരിക്കുക. അപ്പോൾ നോർത്തും തമ്മിൽ എന്ത് സംഭവിക്കും? ഇത് റിപ്പൾഷൻ സംഭവിക്കും. ഇത് ക്ലോക്ക് വൈസ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും, റിപ്പൾഷൻ. ഓക്കെ, ഇതിനടുത്ത് എന്ത് സംഭവിക്കും? റോട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് പോളും സൗത്ത് പോളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മൊമെന്റിൽ നോർത്ത് പോൾ മാറി എന്താവും? സൗത്ത് പോൾ ആവും. ഓക്കെ, സൗത്ത് പോൾ ആകുമ്പോൾ വീണ്ടും എന്ത് വരും? നോർത്തും സൗത്തും അട്രാക്ഷൻ വരും. എന്തുവരും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, ആൻറ്റി ക്ലോക്ക് വൈസ് വരും. അപ്പോൾ വീണ്ടും എന്താവും? നോർത്താവും ക്ലോക്ക് വൈസിലേക്ക് പോകും. വീണ്ടും സൗത്ത് ആകുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് വരും. ചില സെൻട്രൽ പൊസിഷനിൽ എന്ത് സംഭവിക്കും? നമ്മുടെ റോട്ടർ എന്തായിക്കൊണ്ടിരിക്കും? ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ റോട്ടറിൻ്റെ സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ഓസിലേഷൻ ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ പകരം എന്ത് ചെയ്യും? റോട്ടർ എന്ത് ചെയ്യില്ല? സ്റ്റാർട്ട് ചെയ്യാണ്ട് കറങ്ങാണ്ട് അവിടെ പിടിച്ചു നിൽക്കും. അത് കാരണം സിങ്ക്രണസ് മോട്ടോർ എന്തല്ല? ഒരിക്കലും സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിക്കണം. എന്ത് അഡീഷണൽ മെത്തേഡ് ഉപയോഗിക്കുക? അതായത് ഇവിടെ നോർത്ത് മാറി സൗത്ത് ആകുന്ന സമയത്ത് റോട്ടർ എന്ത് ചെയ്യണം? കുറച്ച് സ്റ്റേറ്ററിനേക്കാളും കുറച്ച് നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് റോട്ടർ നമ്മൾ വേറെ എന്തെങ്കിലും മോട്ടോർ ഉപയോഗിച്ചിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ കറക്കണം. ഓക്കെ, കറക്കിയിട്ട് ഇവിടെ നോർത്ത് വരുന്ന സമയത്ത് ഇവിടെ എപ്പോഴും സൗത്ത് വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ് സമയത്ത് മാത്രം ഇതിനെ കറക്കണം. കറക്കുന്ന സമയത്ത് ഇവിടെ നോർത്താവും, ഇവിടെ സൗത്ത് ആവും. അവിടെ സംഭവിക്കുമ്പോൾ ഒരു മാഗ്നറ്റിക് ലോക്കിംഗ് വരും. വൺസ് ലോക്കിംഗ് ആയിക്കഴിഞ്ഞാൽ പിന്നെ റോട്ടറിൽ എന്തായി കറങ്ങിക്കോളും? സിങ്ക്രണസ് സ്പീഡിൽ തന്നെ കറങ്ങിക്കോളും. നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ച മോട്ടറിൻ്റെ ആവശ്യമില്ല. അങ്ങനെ 3-4 മെത്തേഡ്സ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ അറിയേണ്ട പോയിന്റ്, സിങ്ക്രണസ് മോട്ടർ ഒരിക്കലും എന്ത് ചെയ്യില്ല? സെൽഫ് സ്റ്റാർട്ടിങ് ആയിരിക്കില്ല. ഓക്കെ, ഇനി സിങ്ക്രണസ് മോട്ടറിന് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് എന്ത്?
ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് ഓപ്പറേറ്റഡ് അണ്ടർ എ വൈഡ് റേഞ്ച് ഓഫ് പവർ ഫാക്ടർ. അതായത് സിങ്ക്രണസ് മോട്ടർ ലാഗിങ് പവർ ഫാക്ടറിലും ഓപ്പറേറ്റ് ചെയ്യാം, ലീഡിങ് പവർ ഫാക്ടറിലും ഓപ്പറേറ്റ് ചെയ്യാം. അത് എക്സൈറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓവർ എക്സൈറ്റഡ് ആണെങ്കിൽ ലീഡിങ് പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യും, അണ്ടർ എക്സൈറ്റഡ് ആണെങ്കിൽ ലാഗിങ് കേസ്. അതൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ മെയിൻ അഡ്വാൻറ്റേജ് ആണ് സിങ്ക്രണസ് മോട്ടറിന്റെ. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് ഓപ്പറേറ്റഡ് അണ്ടർ എ വൈഡ് റേഞ്ച് ഓഫ് പവർ ഫാക്ടർ, ബോത്ത് ലാഗിങ് ആൻഡ് ലീഡിങ്. ഓക്കെ, ആ ലീഡിങ് സാധനം ഓർത്തുക. ലീഡിങ് ആയതുകൊണ്ട് തന്നെ ലീഡിങ് പവർ ഫാക്ടർ എന്ത് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കാരണം ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പവർ ഫാക്ടർ കറക്ഷൻ. പവർ കറക്ഷൻ അല്ല, പവർ ഫാക്ടർ കറക്ഷൻ. അതായത് സിങ്ക്രണസ് മോട്ടർ നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം, പവർ ഫാക്ടർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, അത് സംഭവം എന്ന് വെച്ചാൽ ഒരു ഫാക്ടറി എടുക്കുക. ഒരു ഫാക്ടറി എടുത്തു കഴിഞ്ഞാൽ ആ ഫാക്ടറിയിലെ കൂടുതൽ മെഷീൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആയിരിക്കും. ഓക്കെ, കൂടുതൽ മെഷീൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആയിരിക്കും. ഇൻഡക്ഷൻ മോട്ടർ എപ്പോഴും ലാഗിങ് പവർ ഫാക്ടറിലാണ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഓക്കെ, ഇൻഡക്ഷൻ മോട്ടർ എപ്പോഴും ലാഗിങ് പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റം പവർ ഫാക്ടർ എന്ത് ചെയ്യും, ലാഗിങ് പവർ ഫാക്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ സിസ്റ്റം പവർ ഫാക്ടർ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പോൾ സിസ്റ്റം പവർ ഫാക്ടർ കുറയുന്ന സമയത്ത് അതിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ ഇൻഡക്ഷൻ മോട്ടോഴ്സിനൊക്കെ പാരലായിട്ട് എന്ത് ചെയ്യണം, ഒരു സിങ്ക്രണസ് മോട്ടർ, ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടർ നമ്മൾ എന്ത് ചെയ്യും, വെറുതെ ലോഡില്ലാണ്ട് അത് കറക്കും. അതിൻ്റെ പണി എന്താണ്, പവർ ഫാക്ടറിന് ഇമ്പ്രൂവ് ചെയ്യുക. അതായത് ലീഡിങ് പവർ ഫാക്ടറിന് എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇൻഡക്ഷൻ മോട്ടർ ലാഗിങ് പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓവർ എക്സൈറ്റഡ് സിങ്ക്രണസ് മോട്ടോർ അറ്റ് നോ ലോഡ്, അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീഡിങ് കറണ്ടിന് അങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ലാഗിങ്ങിന് അത് എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. പവർ ഫാക്ടറിന് എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആക്കി നിർത്തും. പവർ ഫാക്ടറിന് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ആ സിങ്ക്രണസ് മോട്ടർ നമ്മൾ വിളിക്കുക, വേറെ പേരിലാണ് വിളിക്കുക, സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയും. അതായത് സിങ്ക്രണസ് കപ്പാസിറ്റർ. കാരണം കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ ആണ് എന്ത്, ലീഡിങ് കറണ്ട്. ലീഡിങ് പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് എന്ത്, കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ സിങ്ക്രണസ് കപ്പാസിറ്റർ അല്ലെങ്കിൽ സിങ്ക്രണസ് കണ്ടൻസർ എന്ന് പറയും. അപ്പോൾ സിങ്ക്രണസ് മോട്ടറിന് വൺ ഓഫ് ദി ബെസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്, ആപ്ലിക്കേഷൻ ആണ് എന്ത്, സിങ്ക്രണസ് കപ്പാസിറ്റർ അല്ലെങ്കിൽ സിങ്ക്രണസ് കണ്ടൻസർ. അപ്പോൾ സിങ്ക്രണസ് കണ്ടൻസർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യും, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പവർ ഫാക്ടർ കറക്ഷൻ. ഓക്കെ, അത് കൂടാണ്ട് ഡിഫറെൻറ്റ് ലോഡ്സിനെയും കൂടി എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. അതൊക്കെ നോർമൽ മോട്ടർ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് എന്ത്, ഡിഫറെൻറ്റ് ലോഡ്സിന് എന്ത് ചെയ്യുക, ഡ്രൈവ് ചെയ്യുക. അത് കൂടാണ്ട് സിങ്ക്രണസ് മോട്ടറിന് മാത്രമുള്ള സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ആണ് എന്ത്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പവർ ഫാക്ടർ കറക്ഷൻ പർപ്പസ്. ഓക്കെ, കാരണം എന്ന് പറയുന്നത് ലീഡിങ് പവർ ഫാക്ടറിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതാണ് സിങ്ക്രണസ് മോട്ടർ. ഇനി സിങ്ക്രണസ് മോട്ടർ നേരത്തെ പറഞ്ഞു സെൽഫ് സ്റ്റാർട്ടിങ് അല്ല, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് 3 സ്റ്റാർട്ടിങ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യാം. ഒന്ന്, യൂസിങ് ആൻ എക്സ്റ്റേണൽ പ്രൈം മൂവർ, റോട്ടറിനെ വേറൊരു പ്രൈം മൂവർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, കറക്കുക. രണ്ടാമത്തെ എന്താ, റെഡ്യൂസ് ദ സ്പീഡ് ഓഫ് ദ സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കുന്നുണ്ട്. സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിന് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. മൂന്നാമത്തെ, ഡാമ്പർ വൈൻഡിങ് ഓർ അമോർട്ടിസർ വൈൻഡിങ്. ഡാമ്പർ വൈൻഡിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡാമ്പർ വൈൻഡിങ് പറയുന്ന കൂട്ടത്തിൽ ആദ്യം പറഞ്ഞിരുന്നത് എന്താ, സ്റ്റാർട്ടിങ് ടോർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഡാമ്പർ വൈൻഡിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ് മോട്ടറിനെ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഓരോ സ്റ്റാർട്ടിങ് മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് മെത്തേഡ്, ഫസ്റ്റ്, ദ അൺഎക്സൈറ്റഡ് റോട്ടർ ഈസ് സ്പീഡഡ് അപ് ടു സിങ്ക്രണസ് ഓർ നിയർ സിങ്ക്രണസ് സ്പീഡ് ബൈ സം അറേഞ്ച്മെന്റ്. അതായത് നമ്മുടെ റോട്ടർ ഉണ്ടല്ലോ, അപ്പോൾ സ്റ്റേറ്റർ ഉണ്ട്, റോട്ടർ ഉണ്ട്. റോട്ടറിന് ആദ്യം തന്നെ എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും പ്രൈം മൂവർ ഉപയോഗിച്ചിട്ട് വേറെ ഏതൊരു മോട്ടർ, ഓക്കെ, ഏതെങ്കിലും ഒരു മോട്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ആദ്യം തന്നെ സിങ്ക്രണസ് സ്പീഡിലോ നിയർ ടു സിങ്ക്രണസ് സ്പീഡിലോ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ നോർത്ത് മാറി. ഇപ്പോൾ നേരത്തെ ഇവിടെ നോർത്ത് ആയിരുന്നു, അതുകൊണ്ടാണ് എന്ത് വന്നത്, റിപ്പൾഷൻ വന്നത്. അപ്പോൾ ഇവിടെ അട്രാക്ഷൻ സൗത്ത് വന്നാലേ എന്ത് സംഭവിക്കുള്ളൂ, നമുക്ക് ഇവിടെ അട്രാക്ഷൻ വന്ന് മാഗ്നറ്റിക് ലോക്കിങ് സംഭവിക്കുള്ളൂ. അപ്പോൾ മോട്ടറിന് ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു അറേഞ്ച്മെന്റ് ഉപയോഗിച്ച് ഇതിനെ കറക്കി കഴിഞ്ഞാൽ സംഭവിക്കും, ഇവിടെ നോർത്ത് മാറി സൗത്ത് ആകുമ്പോൾ ഇവിടുത്തെ സൗത്ത് ഇത് കറങ്ങുമ്പോൾ അടുത്ത സൗത്ത് നോർത്താണ് ഇവിടെ വരിക, ഇതിൻ്റെ മുകളിൽ വരിക. ഓക്കെ, അപ്പോൾ സൗത്ത് നോർത്ത് തമ്മിൽ വീണ്ടും ലോക്കിംഗ് സംഭവിക്കും. അത് ലോക്കിംഗ് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. അടുത്ത വീണ്ടും ഇവിടെ നോർത്ത് ആകുമ്പോഴോ റൊട്ടേഷൻ നടക്കുന്നുണ്ട്, സൗത്ത് ഇവിടെ വരും, ഇപ്പുറത്ത് വരും. അടുത്ത സൗത്ത് ആകുമ്പോൾ റോട്ടറിൽ എപ്പോഴും നോർത്ത് വരും. എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും എന്തുണ്ടാവും, റോട്ടറും സ്റ്റേറ്ററും തമ്മിലൊരു മാഗ്നറ്റിക് ലോക്കിംഗ് ഉണ്ടാവും. അത് കാരണം അതുകൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുക, റോട്ടറിനെ സിങ്ക്രണസ് സ്പീഡിലോ നിയർ ടു സിങ്ക്രണസ് സ്പീഡിലോ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം തന്നെ കറക്കി കൊടുക്കുക. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ അൺഎക്സൈറ്റഡ് റോട്ടർ ഈസ് സ്പീഡഡ് അപ്പ് ടു സിങ്ക്രണസ് ഓർ നിയർ സിങ്ക്രണസ് സ്പീഡ് ബൈ സം അറേഞ്ച്മെന്റ്. എന്തെങ്കിലും അറേഞ്ച്മെന്റ് ഉപയോഗിച്ചിട്ട്, വേറെ മോട്ടോർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാറ്. സിങ്ക്രണസ് സ്പീഡിലോ നിയർ ടു സിങ്ക്രണസ് സ്പീഡിലോ എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ദെൻ എക്സൈറ്റ് ബൈ ദ ഡി സി സോഴ്സ്. എന്നിട്ട് വേണം റോട്ടറിലേക്ക് എന്ത് കൊടുക്കാൻ, ഡി സി സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡി സി സപ്ലൈ കൊടുക്കുമ്പോൾ എന്താകും, റോട്ടർ എക്സൈറ്റ് ആവും. എക്സൈറ്റ് ആകുമ്പോൾ ഈ നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും.
ഇപ്പോൾ നമ്മൾ നേരത്തെ കറക്കി വിട്ടത് കൊണ്ട് തന്നെ എപ്പോഴും സൗത്ത് നോർത്ത് നോർത്ത് സൗത്ത് ആ ഒരു അറേഞ്ച്മെന്റ് എപ്പോഴും എന്തുണ്ടാവും ഇവിടെ മാഗ്നറ്റിക്കലി ലോക്കിംഗ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മാഗ്നറ്റിക്കലി ലോക്ക്ഡ് ഇൻ ടു ദ പൊസിഷൻ വിത്ത് ദ സ്റ്റേറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ദ റോട്ടർ പോൾസ് ആർ എൻഗേജ് വിത്ത് സ്റ്റേറ്റർ പോൾസ്. അപ്പോൾ നോർത്ത് സൗത്ത് സൗത്ത് എപ്പോഴും ഒരു എൻഗേജ്മെന്റ് എന്തുണ്ടാവും അവിടെ ഉണ്ടാവും. സ്റ്റേറ്റർ പോളും റോട്ടർ പോളും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് ബോത്ത് റൺ സിങ്ക്രോണസ്ലി ഇൻ ദ സെയിം ഡയറക്ഷൻ. അത് കാരണം രണ്ട് മെഷീൻസും ഐ മീൻ സ്റ്റേറ്റർ ഫ്ലക്സും റോട്ടറും എന്തിൽ കറങ്ങും? സിങ്ക്രോണസ് സ്പീഡിൽ തന്നെ കറങ്ങും, ഒരേ ഡയറക്ഷൻ തന്നെ. അപ്പോൾ സിങ്ക്രോണസ് സ്പീഡിന്റെ ഇക്വേഷൻ F120F/P ആണ് ഇക്വേഷൻ. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, വേറെ ഏതെങ്കിലും മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് റോട്ടറിനെ ആദ്യം കറക്കുക, സിങ്ക്രോണസ് സ്പീഡിലേക്ക് എത്തിക്കുക, എന്നിട്ട് എക്സൈറ്റേഷൻ കൊടുക്കുക. ഓക്കെ, ഇതാണ് എന്തിൽ ചെയ്യുന്നത്? സ്റ്റാർട്ടിംഗ് മെത്തേഡിൽ ഒന്നിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു മോട്ടോർ ഉപയോഗിച്ച് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അത് ഇൻഡക്ഷൻ മോട്ടോർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ DC മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്മോൾ മോട്ടോഴ്സ് യൂസ്ഡ് ഫോർ സ്റ്റാർട്ടിംഗ് ദ സിങ്ക്രോണസ് മോട്ടോർ ഈസ് നോൺ ആസ് പോണി മോട്ടോർ. ഏത് മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിങ്ക്രോണസ് സ്പീഡിലേക്ക് എത്തിക്കുന്നത്, റോട്ടറിനെ സിങ്ക്രോണസ് സ്പീഡിലേക്ക് എത്തിക്കുന്നത്, ആ മോട്ടറിനെ വിളിക്കുന്ന പേരാണെന്ത്? പോണി മോട്ടർ. ഓക്കെ, വിച്ച് കുഡ് ബി എ DC മോട്ടർ. ആ പോണി മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു DC മോട്ടർ ആവാം, അല്ലെങ്കിൽ എന്താവാം ഒരു AC ഇൻഡക്ഷൻ മോട്ടർ ആവാം. ഏത് ടൈപ്പ് മോട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ പോണി മോട്ടർ എന്ന് പറഞ്ഞത് ക്യാൻ ബി DC മോട്ടർ ഓർ AC ഇൻഡക്ഷൻ മോട്ടർ. ആ പോണി മോട്ടർ എന്തായിരിക്കും? നമ്മുടെ മെയിൻ സിങ്ക്രോണസ് മോട്ടറിന്റെ അതേ ഷാഫ്റ്റിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഇതാണ് മെയിൻ ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടർ എങ്കിൽ അതേ റോട്ടറിന്റെ ഷാഫ്റ്റിലായിരിക്കും എന്തും കൂടി വരിക? നമ്മുടെ പോണി മോട്ടറും കൂടി വരിക. ഒരേ ഷാഫ്റ്റിൽ തന്നെ ഒന്നുകിൽ DC മോട്ടർ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ AC ഇൻഡക്ഷൻ മോട്ടർ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് എന്തിൽ ചെയ്യുന്നത്? നമ്മൾ സിങ്ക്രോണസ് മോട്ടറിൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സ്റ്റാർട്ടിംഗ് മെത്തേഡ് ഫസ്റ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റാർട്ടിംഗ് മെത്തേഡ് എന്താ? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഐ മീൻ സ്പീഡ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ദാറ്റ് ഈസ് ടു റെഡ്യൂസ് ദ സ്പീഡ് ഓഫ് ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ സ്റ്റേറ്റർ ടു എ ലോ വാല്യൂ so that the rotor can easily accelerate and lock with 1/2 cycle of the rotating magnetic field's rotation. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? റോട്ടറിന്റെ സ്പീഡ് ആദ്യം തന്നെ സിങ്ക്രോണസ് സ്പീഡിലേക്ക് എത്തിച്ചു, അതൊരു മെത്തേഡ്. രണ്ടാമത്തെ എന്താ? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് കുറയ്ക്കുക. അപ്പോഴും എന്ത് സംഭവിക്കും? ഇവിടെ നോർത്ത് ഇപ്പൊ ഇവിടെ റോട്ടറിന്റെ കേസിൽ ഇവിടെ നോർത്ത് ഉണ്ട്, ആദ്യത്തെ കേസിൽ ഇവിടെ നോർത്ത് ആണെങ്കിൽ എന്ത് സംഭവിക്കും? റിപ്പൾഷൻ വരും അല്ലേ? അടുത്ത സൗത്ത് വരുമ്പോൾ വീണ്ടും അട്രാക്ഷൻ വരും, മോട്ടർ എന്തെയില്ല, റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കുകയാണ്. കുറക്കുന്ന സമയത്ത് എന്തായിരിക്കും? ആക്ച്വലി നോർത്ത് എത്തേണ്ട സമയത്ത് ഇപ്പോൾ എന്തേ എത്തുള്ളൂ? സൗത്തേ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സൗത്ത് നോർത്ത് നമ്മളൊരു മാഗ്നറ്റിക് ലോക്കിംഗ് വന്നില്ലേ? ഓക്കെ, അവിടെ എന്ത് വരും? ഒരു മാഗ്നറ്റിക് ലോക്കിംഗ് വരും. ഇനി അടുത്തെന്താ? ഇത് വീണ്ടും സൗത്ത് ആവും. സൗത്ത് ആകുമ്പോൾ ഇവിടെ എന്താവും? നോർത്ത് ആവും. അപ്പോഴും എന്ത് സംഭവിക്കും? ഇവിടെ ലോക്കിംഗ് സംഭവിക്കും. അപ്പോൾ റോട്ടറിന്റെ നോർമൽ സ്പീഡിൽ തന്നെ റോട്ടർ നമ്മളൊന്നും ചെയ്യുന്നില്ല, സ്റ്റേറ്ററിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡാണ് എന്ത് ചെയ്യുന്നത്? റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോഴും അവിടെ സംഭവിക്കും? ഒരു ലോക്കിംഗ് സംഭവിക്കും. ഇനി സ്പീഡ് എങ്ങനെ റെഡ്യൂസ് ചെയ്യും? സ്റ്റേറ്ററിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ, അതിനാണ് നമ്മൾ എന്ത് വിളിച്ച് നേരത്തെ പറഞ്ഞ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സ്പീഡിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ദിസ് ഈസ് ഡൺ ബൈ റെഡ്യൂസിങ് ദ ഫ്രീക്വൻസി ഓഫ് ദ അപ്ലൈഡ് ഇലക്ട്രിക് പവർ. നമ്മുടെ സ്റ്റേറ്ററിലേക്ക് കൊടുക്കുന്ന സപ്ലൈയുടെ ഫ്രീക്വൻസി എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമ്മൾ പവർ ഇലക്ട്രോണിക്സ് വരുമ്പോൾ പഠിക്കും. ഇൻവെർട്ടർ, കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ, VSI ഫെഡ് സിങ്ക്രോണസ് മോട്ടർ ഉണ്ട്, അതുപോലെ CSI കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് സിങ്ക്രോണസ് മോട്ടർ ഉണ്ട്. അപ്പോൾ ആ ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് എന്തിൽ ചെയ്യുന്നത്? സ്റ്റാർട്ടിംഗ് മെത്തേഡ് ടൂല് ചെയ്യുന്നത്. ദിസ് ഈസ് അതുപോലെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്ന വേറെ ഡിവൈസ് ആണ് സൈക്ലോ കൺവെർട്ടർ. ഓക്കെ, സൈക്ലോ കൺവെർട്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട് സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് ചെയ്യുന്നുണ്ട്. ദിസ് മെത്തേഡ് ഈസ് യൂഷ്വലി ഫോളോഡ് ഇൻ ദ കേസ് ഓഫ് ഇൻവെർട്ടർ ഫെഡ് സിങ്ക്രോണസ് മോട്ടർ ഓപ്പറേറ്റിംഗ് അണ്ടർ വേരിയബിൾ സ്പീഡ് ഡ്രൈവ് ആപ്ലിക്കേഷൻസ്. അതായത് സിങ്ക്രോണസ് മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഇൻവെർട്ടർ ഫെഡ് സിങ്ക്രോണസ് മോട്ടർ. അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്പീഡ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക? സ്പീഡ് ചേഞ്ച് ചെയ്യാം. അതുപോലെ റെക്ടിഫയർ, ഇൻവെർട്ടർ ആൻഡ് സൈക്ലോ കൺവേർട്ടേഴ്സ്, അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീക്വൻസീനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സൈക്ലോ കൺവേർട്ടർ എന്ന് വെച്ചാൽ എന്താ? കോൺസ്റ്റന്റ് ഫ്രീക്വൻസി AC സപ്ലൈ എന്താക്കി മാറ്റുക? വേരിയബിൾ ഫ്രീക്വൻസി AC സപ്ലൈ ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് എന്ത്? സൈക്ലോ കൺവേർട്ടേഴ്സ്. അതൊക്കെ നമുക്ക് പവർ ഇലക്ട്രോണിക്സ് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിംഗ് മെത്തേഡിൽ നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റേറ്ററിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എന്ത് കുറയ്ക്കുക? സ്പീഡ് കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സിങ്ക്രോണസ് മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് മൂന്നാമത്തെ മെത്തേഡ് എന്താണ്? ഡാമ്പർ വൈൻഡിങ്. ഓക്കെ, ഡാമ്പർ വൈൻഡിങ് എന്ന് വെച്ചാൽ കോപ്പർ ബാറാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇതാണ് റോട്ടറിന്റെ പോൾ ഫേസ് എങ്കിൽ, പോൾ ഫേസ് ഇതാണ് റോട്ടറിന്റെ. ഇപ്പോൾ ഇവിടെ എന്ത് വെക്കും? ഡാമ്പർ ബാർസ് സ്ലോട്ട് ഉണ്ടാവും, അതിലേക്ക് ഡാമ്പർ ബാർസ് എന്ത് ചെയ്യും? നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കയറ്റും.
എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം കൂടി എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഇപ്പുറത്തുണ്ടാവും, എല്ലാം കൂടി പരസ്പരം എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, എല്ലാം ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് പോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നുള്ളത്. അതായത് നമ്മൾ സിങ്ക്രണസ് മോട്ടറിനെ എന്തായിട്ട് സ്റ്റാർട്ട് ചെയ്യും, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറായിട്ട് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്റ്റേറ്ററിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു, സിങ്ക്രണസ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു, സിങ്ക്രണസ് സ്പീഡിൽ കറങ്ങുന്ന ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഫ്ലക്സ് കാരണം എന്തുണ്ടാവും, റോട്ടറിൻ്റെ ഡാമ്പർ വൈൻഡിങ്സിൽ ഒരു കറണ്ട് ഉണ്ടാവും. ഓക്കെ, ആ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണോ കറണ്ട് ഉണ്ടായത് അതിനെന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യും. അതായത് റിലേറ്റീവ് സ്പീഡാണ് എന്തിൻ്റെ കാരണം, ഈ കറണ്ട് ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ എന്ത് ചെയ്യും, റിലേറ്റീവ് സ്പീഡ് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. റിലേറ്റീവ് സ്പീഡ് എങ്ങനെ കുറയാം, ഒരു സ്റ്റേറ്റർ ഫ്ലക്സ് എന്ന സ്പീഡിൽ കറങ്ങുന്നുണ്ട്, അതിൻ്റെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതേ ഡയറക്ഷനിൽ തന്നെ ആര് കറങ്ങണം, റോട്ടറും കൂടി കറങ്ങണം. എന്നാലേ എന്ത് കുറയുള്ളൂ, റിലേറ്റീവ് സ്പീഡ് കുറയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഡാമ്പർ വൈൻഡിങ്സിൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആര് കറങ്ങും, റോട്ടറും കൂടി കറങ്ങാൻ വേണ്ടി തുടങ്ങും. ഇതാണ് എന്തിൽ ചെയ്യുന്നത്, ഡാമ്പർ വൈൻഡിങ് ഉപയോഗിച്ചിട്ട് സിങ്ക്രണസ് മോട്ടറിന് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡാമ്പർ വൈൻഡിങ്സ് ആർ സ്പെഷ്യൽ ബാർസ്, കോപ്പർ ബാർസ് ആണ് യൂസ് ചെയ്യുന്നത്, ലേഡ് ഇൻ ടു ദ സ്ലോട്ട്സ് കട്ട് ഇൻ ദ പോൾ ഫേസ് ഓഫ് എ സിങ്ക്രണസ് മെഷീൻ. നമ്മുടെ റോട്ടറിൻ്റെ പോൾ ഫേസിലാണ് എന്ത് വെക്കുന്നത്, നമ്മൾ ഡാമ്പർ ബാർസ് വെക്കുന്നത്. ആൻഡ് ഷോർട്ടഡ് ഔട്ട് ഓൺ ഈച്ച് എൻഡ് ബൈ എ ലാർജ് ഷോർട്ട് റിംഗ്. ഓക്കെ, നമ്മൾ ഒരു എൻഡ് റിങ്സ് ഉപയോഗിച്ച് ഇതൊക്കെ എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്യും. സിമിലർ ടു സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ. സ്ക്വിറൽ കേജിൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സ്ക്വിറൽ കേജിൽ നമ്മൾ ബാർസ്, കോപ്പർ ബാർസ് ഇൻസെർട്ട് ചെയ്തിട്ട് എൻഡ് റിങ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഡാമ്പർ ബാർസ് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ സിങ്ക്രണസ് മോട്ടറിലേക്ക് 3 ഫേസ് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ആസ് എ 3 ഫേസ് ഇൻഡക്ഷൻ മെഷീൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡാമ്പർ ബാർ. ഓക്കെ, ഇനി ഡാമ്പർ ബാറിലുള്ള കറണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ കറണ്ടിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു കറണ്ടിന് പാസ് ചെയ്യാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. ആ സേഫ് ലിമിറ്റിങ്ങിൽ നമുക്ക് വെക്കണം, സ്റ്റാർട്ടിങ് കറണ്ട് ലിമിറ്റിൽ വെക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, 3 ഫേസ് സ്റ്റേറ്ററിലേക്ക് കൊടുക്കുന്ന 3 ഫേസ് വോൾട്ടേജിന് എന്ത് ചെയ്യണം, മസ്റ്റ് ബി suitably reduced. ഓക്കെ, ദ അപ്ലൈഡ് വോൾട്ടേജ് മസ്റ്റ് ബി suitably reduced to ലിമിറ്റ് ദ സ്റ്റാർട്ടിങ് കറണ്ട്. അപ്പോൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് യൂസ് ചെയ്യും, ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ അപ്ലൈഡ് വോൾട്ടേജിനെ കുറയ്ക്കുക. ഓക്കെ, ഇനി മോട്ടറിൻ്റെ കറങ്ങിയിട്ട് ഈ സമയത്തൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, റോട്ടറിലേക്ക് എക്സൈറ്റേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ റോട്ടർ കറങ്ങാൻ തുടങ്ങി സിങ്ക്രണസ് സ്പീഡിലേക്ക് എത്തിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, DC സപ്ലൈ കൊടുക്കും. എന്നിട്ട് ഇതിന് എക്സൈറ്റേഷൻ കൊടുക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കറങ്ങി സിങ്ക്രണസ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞു എന്ന് വിചാരിക്കും. എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, NS റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും, റോട്ടറിൻ്റെ സ്പീഡും NS തന്നെ ആവും. NS ആയിക്കാൻ റിലേറ്റീവ് സ്പീഡ് എന്ത് ചെയ്യും, കുറയും. റിലേറ്റീവ് സ്പീഡ് 0 ആവും. റിലേറ്റീവ് സ്പീഡ് 0 എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ, നമ്മൾ നേരത്തെ കറണ്ട് ഉണ്ടാവാനുള്ള കാരണമായിരുന്നു എന്ത് പറഞ്ഞത്, റിലേറ്റീവ് സ്പീഡ് പറഞ്ഞത്. കറണ്ട് എന്തായി, 0 ആയി കഴിഞ്ഞാൽ, കാരണം 0 ആയി കഴിഞ്ഞു. റിലേറ്റീവ് സ്പീഡ് 0 ആയി കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് ഇല്ലെങ്കിൽ ടോർക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല, മോട്ടർ എന്ത് ചെയ്യില്ല, സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ സിങ്ക്രണസ് സ്പീഡിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം, സിങ്ക്രണസ് സ്പീഡിന് നിയർ ടു സിങ്ക്രണസ് സ്പീഡിൽ എത്തിയ സമയത്ത് DC സപ്ലൈന് എന്ത് ചെയ്യുക, ഓൺ ചെയ്യുക, അത് എക്സൈറ്റേഷൻ കൊടുക്കുക. ആ എക്സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായി മാറും, സിങ്ക്രണസ് മോട്ടറായിട്ട് തന്നെ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഫുൾ ടൈം സിങ്ക്രണസ് സ്പീഡിൽ തന്നെ എന്ത് ചെയ്യും, കറങ്ങും. അത് ഇൻഡക്ഷൻ മെഷീനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സിങ്ക്രണസ് മെഷീനായിട്ട് എന്ത് ചെയ്യും, കറക്കും. ഓക്കെ, ഇതാണ് എന്തിൽ ചെയ്യുന്നത്, ഡാമ്പർ വൈൻഡിങ്ങിൽ ചെയ്യുന്നത്. ഇതാണ് സിങ്ക്രണസ് മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, സിങ്ക്രണസ് മോട്ടറിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് എന്ത് ചെയ്യും, കുറയും. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും സിങ്ക്രണസിലേക്ക് തിരിച്ചു വരും. അതുപോലെ ലോഡ് കുറച്ച് കഴിഞ്ഞാലോ സിങ്ക്രണസ് സ്പീഡിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, പഴയ പൊസിഷനിലേക്ക് തന്നെ എന്ത് തരാം, തിരിച്ചു വരണം. ഓക്കെ, അപ്പോൾ ലോഡ് കൂടുമ്പോഴും കുറയുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. എഫക്ട് ഓഫ് ലോഡ് ഓൺ ദ സിങ്ക്രണസ് മോട്ടോർ. ഓക്കെ, ഇൻ ആൻ AC മെഷീൻ ആസ് എൻ ഇൻഡക്ഷൻ മോട്ടോർ സിങ്ക്രണസ് മോട്ടോർ, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കട്ട്സ് ദ സ്റ്റേഷനറി ആർമേച്ചർ കണ്ടക്ടർ ഓഫ് ദ സ്റ്റേറ്റർ. അതായത് നമ്മൾ സ്റ്റേറ്ററിലേക്ക് 3 ഫേസ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ആരെ കട്ട് ചെയ്യും, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലക്സ് അതിൻ്റെ തന്നെ ആർമേച്ചർ കണ്ടക്ടറിന് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. ഓക്കെ, സിൻസ് ദ സിങ്ക്രണസ് മോട്ടർ ഹാസ് ഗോട്ട് നോ സെൽഫ് സ്റ്റാർട്ടിംഗ് ടോർക്ക്, ഫസ്റ്റ് ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ സം എക്സ്റ്റേണൽ മീൻസ് ആസ് എൻ ആൾട്ടർനേറ്റർ ആൻഡ് ഈസ് സിങ്ക്രണൈസ്ഡ് വിത്ത് സപ്ലൈ. നേരത്തെ പറഞ്ഞു സിങ്ക്രണസ് മോട്ടർ എന്തല്ല, സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് സിംഗിൾ സ്പീഡിലേക്ക് എത്തിക്കും. എന്നിട്ട് എക്സൈറ്റേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യും, സിങ്ക്രണൈസ് സെറ്റിലേക്ക് എത്തിച്ചു.
ഓക്കെ. ഇനി ആ സമയത്ത് അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് സിങ്ക്രണൈസിങ്, നമ്മൾ സിങ്ക്രണൈസ് സ്പീഡിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന സ്റ്റേറ്റർ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ഇ എം എഫ്, അതായത് ബാക്ക് ഇ എം എഫ് ആണല്ലോ, നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്ന ഫ്ലക്സ് കട്ട് ചെയ്യുമ്പോൾ ഇ എം എഫ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ആ ഇ എം എഫ് ആണ് ബാക്ക് ഇ എം എഫ് അല്ലെങ്കിൽ കൗണ്ടർ ഇ എം എഫ് എന്ന് പറയും, നമ്മൾ ഇ എന്ന് വിളിക്കാം. ഓക്കെ, കൗണ്ടർ ഇ എം എഫ് ഓർ ബാക്ക് ഇ എം എഫ്. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് വി ആണ്, അതല്ല, കൺഫ്യൂഷൻ ആവരുത്. സപ്ലൈ വോൾട്ടേജ് വി കൊടുക്കുമ്പോൾ ഒരു റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ഉണ്ടാവുന്നു. ആ റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ആർമേച്ചർ കണ്ടക്ടറിനെ തന്നെ കട്ട് ചെയ്യുന്നു. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫാരഡേസ് ലോ പ്രകാരം ഒരു ഇ എം എഫ് ഉണ്ടാവുന്നു. അതാണ് എന്ത് ഇ എന്ന് പറയുന്നത്, ബാക്ക് ഇ എം എഫ് ഓർ ഇ. അതുകൂടാണ്ട് നമ്മൾ സപ്ലൈ വോൾട്ടേജും ഉണ്ട്. അപ്പോൾ സിങ്ക്രണൈസേഷൻ വരുന്ന സമയത്ത് അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് സിങ്ക്രണൈസേഷൻ എന്തായിരിക്കും? ഈ ഇയും വിയും എന്ത് തന്നെ ആയിരിക്കും? സെയിം ആയിരിക്കും. ഇയും വിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം കൗണ്ടർ ഇ എം എഫ് ആണ്. പിന്നെ എന്ത് ചെയ്യും? ഓപ്പോസ് ചെയ്യും. ഈ വിനെ ആരും ഓപ്പോസ് ചെയ്യും? ഇ ഓപ്പോസ് ചെയ്യും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. വി ഈക്വൽ ടു ഇ ആയിരിക്കും. ദാറ്റ് ഇസ് വി ഈക്വൽ ടു മൈനസ് ഇ. മാഗ്നിറ്റ്യൂഡ് സെയിം, ഡയറക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് വിളിക്കും? ഫ്ലോട്ടിംഗ് സ്റ്റേജ് എന്ന് വിളിക്കും. അത് സിങ്ക്രോണിസം സമയത്ത് ദ മോട്ടോർ ഈസ് സെഡ് ടു ബി ഇൻ ഫ്ലോട്ടിംഗ് സ്റ്റേറ്റ്. ഓക്കെ, ഫ്ലോട്ടിംഗ് സ്റ്റേജ് എന്താ? വി ഈക്വൽ ടു ഇ ആണ്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എത്രയായിരിക്കും? നെറ്റ് എഫക്റ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0 ആണ്, അല്ലേ? എഫക്റ്റീവ് വോൾട്ടേജ് 0 ആണ്. അത് കാരണം ആർമേച്ചർ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് മോട്ടോർ കറണ്ട് എന്ത് ചെയ്യുന്നില്ല? എടുക്കുന്നില്ല. കണക്ഷൻ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? മോട്ടോർ ഇൻടേക്ക് ഈസ് 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല? ലോഡിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ലോസസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും പറ്റില്ല. ജസ്റ്റ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ കണ്ടീഷൻ നമ്മൾ എന്തെന്ന് വിളിക്കും? മോട്ടോർ ഈസ് സെഡ് ടു ബി ഇൻ ഫ്ലോട്ടിംഗ്. അപ്പോൾ ഫ്ലോട്ടിംഗ് കണ്ടീഷനിൽ ഓപ്ഷൻസ് ആയി ചോദിക്കാം ഇ ഈക്വൽ ടു വി, ഇ ഗ്രേറ്റർ ദാൻ വി, ഇ ലെസ് ദാൻ വി. നൺ ഓഫ് ദീസ്. എന്തായിരിക്കും? ഫ്ലോട്ടിംഗ് കണ്ടീഷനിൽ മോട്ടോർ, സിങ്ക്രോണസ് മോട്ടറിന്റെ ഫ്ലോട്ടിംഗ് കണ്ടീഷനിൽ ഇ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വി ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്ത് ഫസ്റ്റ് കേസിൽ നമ്മൾ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ, സിങ്ക്രോണസ് സെറ്റിലേക്ക് എത്തിച്ച് കഴിഞ്ഞ സമയം. ഓക്കെ, ആ സമയത്ത് എന്തായിരിക്കും? സിങ്ക്രോണൈസിങ് സമയത്ത് സ്റ്റേറ്റർ പോളും റോട്ടർ പോളും തമ്മിലുള്ള ഈ ഒരു അറേഞ്ച് ലൈനിലായിരിക്കും. അത് കറക്റ്റ് അലൈൻ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സ്റ്റേറ്റർ, ഇത് റോട്ടർ. ചെറിയൊരു എയർ ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ലൈനിൽ രണ്ടും എന്ത് ചെയ്യും? അലൈൻ ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ രണ്ടും ഒരേ ലൈനിലായിരിക്കും ഉണ്ടാവുക. ഇനിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ലോഡ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ സിങ്ക്രോണൈസേഷൻ ചെയ്തു, സിങ്ക്രോണൈസത്തിൽ എത്തിച്ചു, വേറെ മോട്ടറിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കറക്കി സിങ്ക്രോണൈസത്തിൽ എത്തിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്തു? ഇനി നമ്മൾ നേരത്തെ സിങ്ക്രോണൈസത്തിൽ എത്തിക്കാൻ വേണ്ടി ഒരു മോട്ടർ കൊടുത്തില്ലായിരുന്നു, അതിനെന്ത് ചെയ്തു? റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ, ദ മീൻസ് ഈസ് റിമൂവ്ഡ്. ഓക്കെ, സിങ്ക്രോണൈസത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? എക്സ്റ്റേണൽ മീൻസിൻ്റെ ആവശ്യമില്ല. ദ എക്സ്റ്റേണൽ മീൻസ് ഈസ് റിമൂവ്ഡ്. അപ്പോൾ ആ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മോട്ടറിൻ്റെ സ്പീഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? ജസ്റ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, that is after synchronizing the external means is removed and the motor tends to slow down. മോട്ടോർ ജസ്റ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അത് ആ സ്ലോ ഡൗൺ നമുക്ക് അറിയുന്നത് എങ്ങനെയായിരിക്കും? സ്പീഡിൽ എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നേരത്തെ നോക്കിയേ, ഈ ഒരു സമയത്ത് രണ്ടും ഒരേ ലൈനിലായിരുന്നില്ലേ? പക്ഷെ ആ സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ സ്റ്റേറ്ററിൻ്റെ ലൈനും റോട്ടറിൻ്റെ ലൈനും തമ്മിൽ ചെറിയൊരു എന്തുണ്ടാവും? ഒരു ആംഗിൾ ഡിഫറൻസ് ഉണ്ടാവും. Okay, there is merely a shift in the relative position of the two poles. സ്റ്റേറ്റർ പോളും റോട്ടർ പോളും തമ്മിൽ എന്തുണ്ടാവും? ചെറിയൊരു ആംഗിൾ ഷിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ആ ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ, ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ അല്ലെങ്കിൽ ടോർക്ക് ആംഗിൾ. അതായത് ലോഡ് കൊടുക്കുമ്പോൾ, ലോഡ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ റോട്ടറിൽ ചെറിയൊരു സ്പീഡ് കുറയാനുള്ള ടെൻഡൻസി കാണിക്കും. ഇപ്പോൾ സ്റ്റേറ്റർ ഫ്ലക്സിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടാണ് ആരുണ്ടാവുക? റോട്ടർ ഫ്ലക്സ് ഉണ്ടാവുക. ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോർക്ക് ആംഗിൾ. ദാറ്റ് ഈസ് ദ റോട്ടർ പോൾ ഫോൾസ് ബാക്ക്. ചെറിയൊരു ബാക്കിലേക്ക് ടെൻഡൻസി, സ്റ്റേറ്റർ ആദ്യം പോവും, അതിൻ്റെ ചെറിയൊരു ലാഗ് ആയിട്ടായിരിക്കും ആര് വരിക? റോട്ടർ പോൾ വരിക, ഫോൾസ് ബാക്ക്. ദാറ്റ് ഈസ് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ദ റോട്ടർ ആൻഡ് സ്റ്റേറ്റർ പോൾ ഡെൽറ്റ ഈസ് കോൾഡ് ടോർക്ക് ആംഗിൾ. ഇത് ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. റോട്ടർ പോളിൻ്റെയും സ്റ്റേറ്റർ പോളിൻ്റെയും ഇടയിലുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്തെന്ന് വിളിക്കുന്നത്? ടോർക്ക് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടോർക്ക് ആംഗിൾ കാരണം എന്ത് സംഭവിക്കും? നമ്മൾ ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ എന്തായിരുന്നു? ഇയും വിയും ഒരേ ലൈനിലായിരുന്നു, ആണല്ലോ? ഇയും വിയും ഒരേ ലൈനിലായിരുന്നു. പക്ഷേ ഈ ടോർക്ക് ആംഗിൾ കാരണം എന്ത് സംഭവിക്കും? വിനേക്കാളും ഈ എന്ത് ചെയ്യും? ചെറിയൊരു ഷിഫ്റ്റ് സംഭവിക്കും. ഓക്കെ, എത്ര ആംഗിൾ ഷിഫ്റ്റ് സംഭവിക്കും? അതാണ് ഈ ഡെൽറ്റ. ഓക്കെ, അത് ഇത് വിയും, നേരത്തെ വിയും ഇയും ഒരേ ഓപ്പോസിറ്റ് ആയിരുന്നു, ഒരേ ലൈനിലായിരുന്നു. പക്ഷേ ഇപ്പം സംഭവിക്കും? വിയും ഇയും തമ്മിൽ ചെറിയൊരു ആംഗിൾ ഡിഫറൻസ് ഉണ്ടാവും. ആ ആംഗിളാണ് ഡെൽറ്റ. ഓക്കെ, അപ്പം നേരത്തെ റിസൾട്ടൻ്റ് വോൾട്ടേജ് എത്രയായിരുന്നു? ഇവിടെ വി മൈനസ് ഇ ആയിരുന്നില്ലേ? ഓക്കെ, 0 ആയിരുന്നു.
പക്ഷേ ഇപ്പം എന്ത് സംഭവിക്കും, ഇവിടെ റിസൾട്ടൻ്റ് ഉണ്ടാവുമല്ലോ. ഇതിനൊന്ന് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ഇവിടെ ഒരു റിസൾട്ടൻ്റ് ഉണ്ടാവും. അതാണ് നമ്മുടെ റിസൾട്ടൻ്റ് ഇ എം എഫ് ഇ ആർ എന്ന് പറയുന്നത്. നേരത്തെ ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ റിസൾട്ടൻ്റ് വോൾട്ടേജ് 0 ആയിരുന്നു, പക്ഷേ ആ ടോർക്ക് ആംഗിൾ കാരണം ഈ എന്താവും, ചെറിയൊരു ഷിഫ്റ്റ് സംഭവിക്കും. ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ട് പുതിയൊരു നമുക്ക് എന്തുണ്ടാവും, ഒരു റിസൾട്ടൻ്റ് വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, ഇനി നോക്കാം. ദ റിസൾട്ടൻ്റ് വോൾട്ടേജ് ഇ ആർ. ഇ ആർ എന്ന് എന്തിൻ്റെ ഒക്കെ റിസൾട്ടൻ്റ് ആണ്, വിയുടെയും ഇയുടെയും. ഫിഗർ നോക്കാം, വിയുടെയും ഇയുടെയും റിസൾട്ടൻ്റ് ആംഗിൾ ആണ്, റിസൾട്ടൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഇ ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഇ ആർ. ഓക്കെ, ആ ഇ ആർ കാരണം എന്തുണ്ടാവും, ഒരു കറണ്ട് ഉണ്ടാവും. ഓക്കെ, നേരത്തെ ഫ്ലോട്ടിംഗ് സ്റ്റേജിൽ ആർമേച്ചർ കറണ്ട് എത്രയായിരുന്നു, 0 ആയിരുന്നു. കാരണം അവിടെ വോൾട്ടേജ് ഇല്ല, വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കറണ്ടും 0 ആയിരുന്നു. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, റിസൾട്ടൻ്റ് വോൾട്ടേജ് ഉള്ളത് കൊണ്ട് ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, I0 ഇസ് ഈക്വൽ ടു ഇ ആർ ബൈ ZS. ZS എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ മൊത്തം ആർമേച്ചർ സർക്യൂട്ടിന്റെ എന്താണ്, ഇംപെഡൻസ് ആണ്. ഓക്കെ, I0 ഇസ് ഈക്വൽ ടു ഇ ആർ ബൈ Z. അതാണ് അവിടെ ഉണ്ടാവുന്ന കറണ്ട്. ഇനി I0 ലാഗ്സ് ദ ഇ ജി, ഇതല്ല ഇ ആർ ആണ്. I0 ലാഗ്സ് ഇ ആർ ബൈ ആൻ ആംഗിൾ തീറ്റ. അതായത് നമ്മൾ കറണ്ട് ഉണ്ടായി, I0 എന്ന് പറയുന്നത്, I0 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇ ആറിനേക്കാളും ഒരു ആംഗിൾ ലാഗ് ചെയ്യും. ആ ആംഗിളാണ് എന്തെന്ന് വിളിക്കുക, തീറ്റ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇന്റേണൽ ആംഗിൾ. അപ്പോൾ നമ്മളിവിടെ 2 ആംഗിളാണ് പറഞ്ഞത്, ഒന്ന് ഡെൽറ്റ, രണ്ടും നമ്മൾ വ്യത്യാസം അറിയണം. ഡെൽറ്റ എന്ന് പറയുന്നത് ടോർക്ക് ആംഗിൾ, അതുപോലെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഇന്റേണൽ ആംഗിൾ. രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ടോർക്ക് ആംഗിൾ, ഏതൊക്കെ തമ്മിലാ, വി ആൻഡ് ഇയും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്, ഡെൽറ്റ. ഇന്റേണൽ ആംഗിൾ തീറ്റ എന്ന് പറയുന്നതോ, റിസൾട്ടൻ്റ് ആയ ഇ ആറും അതിന്റെ കറസ്പോണ്ടിങ് കറണ്ട് ഐയും തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്, തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ടാൻ ഇൻവേഴ്സ് എക്സസ് ബൈ ആർ. ടാൻ ഇൻവേഴ്സ് എക്സസ് ബൈ ആർ. ഇനി തീറ്റയുടെ വാല്യൂ എപ്പോഴാണ് മാക്സിമം വരിക, തീറ്റയുടെ വാല്യൂ എപ്പോൾ മാക്സിമം വരും, സപ്പോസ് ആർ എ നെഗ്ലിജിബിൾ ആണ്, 0 എന്ന് അസ്യൂം ചെയ്യാം. 0 ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എന്തായിരിക്കും, ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എത്രയാണ്, 90 ഡിഗ്രി. അപ്പോൾ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 90 ഡിഗ്രി. ഇത് നമ്മൾ ആൾട്ടർനേറ്ററിന്റെ കേസിൽ നോക്കിയിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ മാക്സിമം എപ്പോഴാണ്, 90 ഡിഗ്രി ആകുമ്പോഴാണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഈ റിസൾട്ടൻ്റ് വോൾട്ടേജ് ഇ ആറും അത് കാരണം ഉണ്ടാകുന്ന കറണ്ട് ഐൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ഇന്റേണൽ ആംഗിൾ തീറ്റ. തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സസ് ബൈ ആർ. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല, നോ ലോഡിലെ കേസാണ് ഇപ്പോൾ പറയുന്നുള്ളത്. നോ ലോഡിൽ നമ്മുടെ സ്റ്റാർട്ടിങ് സമയത്ത് സിങ്ക്രോണിക് സെറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എക്സ്റ്റേണൽ സാധനം ഒഴിവാക്കിയപ്പോഴാണ് ഡെൽറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇനി ലോഡ് ഇൻക്രീസ് ചെയ്തു, നോ ലോഡ് സമയത്ത് ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഓക്കെ, ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല, അത് കാരണം ഇ ആറിന്റെ വാല്യൂ എന്തായിരിക്കും, കുറവായിരിക്കും. അത് കാരണം കറണ്ടും എന്ത് തന്നെ ആയിരിക്കും, കുറവ് തന്നെ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ലോഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, വെൻ ദ മോട്ടോർ ഈസ് ലോഡഡ്. ലോഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, സ്പീഡ് എന്ത് ചെയ്യും, പിന്നെയും ഒന്ന് കുറയും. ഇത് സ്ലോ ഡൗൺ മൊമെന്ററിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, സ്പീഡ് കുറയും ലോഡ് കൊടുക്കുന്ന സമയത്ത്. ടു അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ടു എ ചേഞ്ച് ഇൻ ദ ലോഡ് കണ്ടീഷൻസ്. ഓക്കെ, അത് ഡെൽറ്റ എന്ത് ചെയ്യും, കൂടും. എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോക്കുക, ഡെൽറ്റ കൂടും. ഡെൽറ്റ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഡെൽറ്റ കൂടിക്കഴിഞ്ഞാൽ ഈ റിസൾട്ടൻ്റ് വോൾട്ടേജ് എന്ത് തന്നെ ആയിരിക്കും, കൂടും. കാരണം ഈ ആംഗിൾ കൂടിയാൽ റിസൾട്ടൻ്റ് വാല്യൂ എന്ത് ചെയ്യും, കൂടും. റിസൾട്ടൻ്റ് വാല്യൂ കൂടിക്കഴിഞ്ഞാലും സംഭവിക്കും, നമ്മുടെ കറണ്ട് ഐ, അത് നമുക്കൊരു വെക്ടർ ഡയഗ്രാം ഒക്കെ വെച്ച് പറയും, നമ്മൾ ആർമേച്ചർ കറണ്ട് എന്ത് ചെയ്യും, കൂടും. ആർമേച്ചർ കറണ്ട് കൂടുന്ന സമയത്ത് സംഭവിക്കും, അവിടുത്തെ ടോർക്കും കൂടും. അപ്പോൾ ടോർക്ക് കൂടുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, സ്പീഡ് പഴയ പൊസിഷനിലേക്ക് എന്ത് ചെയ്യും, തിരിച്ചെത്തും. അപ്പോൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് സ്പീഡ് പെട്ടെന്ന് ഒരു മൊമെന്ററി സമയത്തേക്ക് കുറയുന്നുണ്ട്. കുറയുന്ന സമയത്ത് എങ്ങനെയാണ് മോട്ടോർ സ്വയം അഡ്ജസ്റ്റ് ചെയ്യുന്നത്, സിഗ്നൽ സ്പീഡിലേക്ക് എത്തിക്കുന്നത്, ടോർക്ക് ആംഗിൾ എന്ത് ചെയ്യും, കൂടും അല്ലേ. നമ്മൾ സ്പീഡ് കൂടുന്ന ലോഡ് കൂടുന്ന സമയത്ത് സ്പീഡ് കുറയും. സ്പീഡ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, റോട്ടർ കുറച്ചും കൂടി എന്ത് ചെയ്യും, സ്ലോ ആവും. സ്ലോ ആയാലും ഡെൽറ്റ എന്ത് ചെയ്യും, കൂടും. ടോർക്ക് ആംഗിൾ ഇൻക്രീസ് ചെയ്യും വിത്ത് ഇൻക്രീസ് ഇൻ ദ ലോഡ്. ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ദ ലോഡ്, ലോഡ് ആംഗിൾ കൂടിക്കഴിഞ്ഞാൽ ഇ ആർ എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ഇ ആർ കൂടും. ഇ ആർ കൂടിയാൽ നമ്മുടെ സപ്ലൈയിൽ നിന്ന് വലിക്കുന്ന കറണ്ട് എന്ത് ചെയ്യും, കൂടും. സപ്ലൈ വലിക്കുന്ന കറണ്ട് കൂടിയാൽ വീണ്ടും ടോർക്ക് കൂടും. ടോർക്ക് കൂടിയാൽ സ്പീഡ് എന്ത് ചെയ്യും, സ്പീഡ് പഴയ പൊസിഷനിലേക്ക് എന്ത് ചെയ്യും, തിരിച്ചെത്തും. ഓക്കെ, ഇങ്ങനെയാണ് സിങ്ക്രണസ് മോട്ടോർ എന്ത് ചെയ്യുന്നത്, എല്ലാ സമയത്തും സിങ്ക്രണസ് സ്പീഡിൽ തന്നെ കറങ്ങുന്നുള്ളത്. ഓക്കെ, ദസ് എ സിങ്ക്രണസ് മോട്ടോർ ഈസ് ഏബിൾ ടു സപ്ലൈ ഇൻക്രീസ്ഡ് മെക്കാനിക്കൽ ലോഡ്. അപ്പോൾ നമുക്ക് ലോഡ് കൂടിയാലും അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നോട്ട് ബൈ റിഡക്ഷൻ ഇൻ സ്പീഡ്, സ്പീഡ് കുറയ്ക്കാണ്ട് തന്നെ എന്ത് ചെയ്യും, അത് സപ്ലൈ ചെയ്യും. അതിന് കാരണം എന്താ, നമ്മുടെ സ്പീഡ് കുറയുന്നില്ല, പക്ഷെ എന്താണ് അവിടെ ചേഞ്ച് ആവുന്ന എന്താ, ഷിഫ്റ്റ് ഇൻ ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് റോട്ടർ ആൻഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ സ്റ്റേറ്റർ ഫീൽഡും റോട്ടർ ഫീൽഡും തമ്മിൽ എന്താണ് ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. ആ ഷിഫ്റ്റ് കാരണം എന്തുണ്ടാവും, ഒരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിളിലുള്ള വ്യത്യാസം കാരണമാണ് എന്ത് ചെയ്യുന്നത്, അതായത് സ്പീഡ് റെഡ്യൂസ് ചെയ്തിട്ടല്ല എന്ത് ചെയ്യുന്നത്, നമ്മൾ കൂടിയ ലോഡിന് എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്.
ഓക്കെ, ആ ഷിഫ്റ്റ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ ലോഡിനെ സപ്ലൈ ചെയ്യുന്നത്. ഷിഫ്റ്റ് കൂടുന്ന സമയത്ത് ലോഡ് ആംഗിൾ കൂടുമ്പോൾ റിസൾട്ടന്റ് കൂടും, റിസൾട്ടന്റ് കൂടുമ്പോൾ സപ്ലൈ നിന്ന് വലിക്കുന്ന കറണ്ടും കൂടി എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ഇനി അപ്പോൾ ലോഡ് നമ്മൾ കൂട്ടി കൂട്ടി പോയാലും സംഭവിക്കും, ഈ ടോർക്ക് ആംഗിൾ കൂടി കൂടി പോകില്ലേ, അല്ല, നമ്മൾ ലോഡ് കൂടുന്ന സമയത്ത് ടോർക്ക് ആംഗിൾ കൂടി കൂടി പോകും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലോഡ് ഇങ്ങനെ കൂട്ടി കൂട്ടി കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ പിന്നെ മോട്ടറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോട്ടറിന് സിങ്ക്രോണസ് സ്പീഡിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി പറ്റില്ല. അതായത് അതിൻ്റെ സിങ്ക്രോണസ് എന്തായി പോകും, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് എന്തുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ആ ലിമിറ്റ് അല്ലെങ്കിൽ ആ സമയത്തുള്ള ടോർക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പുൾ ഔട്ട് ടോർക്ക്. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് ടു ഗ്രേറ്റ് മെക്കാനിക്കൽ ലോഡ് ഈസ് അപ്ലൈഡ് ടു എ സിങ്ക്രോണസ് മോട്ടർ. സിങ്ക്രോണസ് മോട്ടറിലേക്ക് ഒരുപാട് ലോഡ് നമ്മൾ കൂട്ടിക്കൊടുത്ത് പോയി കഴിഞ്ഞാൽ ദ റോട്ടർ വിൽ പുൾ ഔട്ട് ഓഫ് സിങ്ക്രോണിസം. പിന്നെ അത് എന്ത് ചെയ്യില്ല, സിങ്ക്രോണസ് സ്പീഡിൽ നിൽക്കില്ല, സിങ്ക്രോണസ് സ്പീഡിൽ പുറത്തു പോകും. ആഫ്റ്റർ വിച്ച് ഇറ്റ് കംസ് ടു സ്റ്റാൻഡ് സ്റ്റിൽ. അത് മോട്ടർ എന്തായി പോകും, റോട്ടർ എന്ത് ചെയ്യില്ല, കറങ്ങില്ല. സിങ്ക്രോണിസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കറങ്ങില്ല. അപ്പോൾ എത്ര ലോഡ് വരെ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എത്ര ടോർക്ക് വരെ കൊടുക്കാം, എന്തിനു വേണ്ടിയിട്ട്, സിങ്ക്രോണിസം നഷ്ടപ്പെടാതെ നമ്മുടെ സിങ്ക്രോണസ് മോട്ടറിലേക്ക് എത്ര ലോഡ് വരെ കൊടുക്കാം, അല്ലെങ്കിൽ എത്ര ടോർക്ക് വരെ അതിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ആ ടോർക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പുൾ ഔട്ട് ടോർക്ക്. ആ ടേം ഓർത്തേക്ക് 4 ടോർക്സ് ഉണ്ട്. ആ 4 ടോർക്ക് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. Okay, the maximum value of a torque that a motor can develop without losing synchronism. സിങ്ക്രോണിസം നഷ്ടപ്പെടാതെ സിങ്ക്രോണസ് മോട്ടറിന് സ്വയം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടോർക്കിനെ വിളിക്കുന്ന പേരാണെന്ത്, പുൾ ഔട്ട് ടോർക്ക്. ഓക്കെ, അതുപോലെ 4 ടോർക്കിന്റെ പേര് വേറെയുണ്ട്, നമ്മൾ വരുന്ന ഇതിൽ പറയാം. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ലോഡ് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു ഇപ്പോൾ പറഞ്ഞല്ലോ. ലോഡ് വരുന്ന സമയത്ത് ലോഡ് ആംഗിൾ കൂടും, ലോഡ് ആംഗിൾ കൂടുമ്പോൾ റിസൾട്ടന്റ് വോൾട്ടേജ് കൂടും, കൂടുന്ന സമയത്ത് ആർമേച്ചറിന് വലിക്കുന്ന കറണ്ട് എന്തെയും കൂടും. അങ്ങനെ വീണ്ടും മോട്ടർ എന്തിലേക്ക് എത്തും, സിങ്ക്രോണസ് സ്പീഡിലേക്ക് എത്തും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫക്ട് ഓഫ് ഇൻക്രീസ്ഡ് ലോഡ് വിത്ത് കോൺസ്റ്റന്റ് എക്സൈറ്റേഷൻ. അപ്പോൾ 3 കേസസ് നമ്മൾ നോക്കുകയാണ്. നോർമൽ എക്സൈറ്റേഷൻ, രണ്ടാമത്തത് അണ്ടർ എക്സൈറ്റേഷൻ, ഇയുടെ വാല്യൂ കുറയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ ബാക്ക് ചെയ്യുമ്പോൾ ഇബിയുടെ വാല്യൂ കുറയ്ക്കുകയാണ്. മൂന്നാമത്തെ ഓവർ എക്സൈറ്റേഷൻ, ഇബിയുടെ വാല്യൂ കൂടിയാൽ എന്ത് സംഭവിക്കും. ഓക്കെ, അപ്പോൾ നോർമൽ എക്സൈറ്റേഷൻ ഇ ബി ഈക്വൽ ടു വി, അണ്ടർ എക്സൈറ്റേഷൻ ഇ ബിയുടെ വാല്യൂ, ബാക്ക് ഇ എം എഫിൻ്റെ വാല്യൂ ലെസ് ദാൻ വി, ഓവർ എക്സൈറ്റേഷൻ ഇ ബി ഗ്രേറ്റർ ദാൻ വി. ഓൺലി വെൻ എക്സൈറ്റേഷൻ ഇറ്റ് വുഡ് ബി കെപ്റ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി അത് നമ്മുടെ ലോഡ് എക്സൈറ്റേഷൻ കോൺസ്റ്റന്റ് ആക്കി ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ നോക്കുന്നത്. അറ്റ് നോ ലോഡ് എന്തൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കി. നോ ലോഡ് വരുന്ന സമയത്ത് വീണ്ടും പഴയ പൊസിഷനിലേക്ക് എന്തെങ്കിലും തിരിച്ചെത്തുന്നുണ്ട്. പിന്നെ ആറെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല, നെഗ്ലിജിബിൾ എന്ന് പറയുന്നു. അത് കാരണം തീറ്റയുടെ വില എപ്പോഴും എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ് ആറ് നെഗ്ലക്റ്റ് ആകുമ്പോൾ. അപ്പോൾ അവർ ഇത്രയും കണ്ടീഷൻസ് അസ്യൂം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അസ്യൂം ചെയ്യുന്നത് കോൺസ്റ്റന്റ് എക്സൈറ്റേഷനിൽ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. ഓക്കെ, നോക്കാം. ദ എഫക്ട് ഓഫ് ലോഡ് ചേഞ്ചസ് ഓൺ എ സിങ്ക്രോണസ് മോട്ടർ. ലോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ സിങ്ക്രോണസ് മോട്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു നോക്കാം. ദ മോട്ടോർ വിൽ ഡെവലപ്പ് ഇനഫ് ടോർക്ക് ടു കീപ് ദ മോട്ടോർ ആൻഡ് ഇറ്റ്സ് ലോഡ് ടേണിങ് അറ്റ് എ സിങ്ക്രോണസ് സ്പീഡ്. ഓക്കെ, ലോഡ് കൂടിക്കഴിഞ്ഞാലും ദ മോട്ടർ എന്ത് ചെയ്യും, ആ ലോഡും മോട്ടറും സിങ്ക്രോണസ് സ്പീഡിൽ തന്നെ കറങ്ങുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ആവശ്യമായ ടോർക്ക് ആര് കൊടുക്കും, മോട്ടർ ഡെവലപ്പ് ചെയ്യും. ഇഫ് ദ ലോഡ് ഓൺ ദ മോട്ടർ ഈസ് ഇൻക്രീസ്ഡ്, ലോഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മോട്ടർ വിൽ ഇനീഷ്യലി സ്ലോ ഡൗൺ. റോട്ടർ ആദ്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും, ടോർക്ക് ആംഗിൾ ബിക്കംസ് ലാർജർ ആൻഡ് ഇൻഡ്യൂസ്ഡ് ടോർക്ക് ഇൻക്രീസസ്. ഓക്കെ, ടോർക്ക് ആംഗിൾ കൂടും, ടോർക്ക് ആംഗിൾ കൂടുമ്പോൾ റിസൾട്ടന്റ് കൂടും, കറണ്ട് കൂടും, കറണ്ട് കൂടുമ്പോൾ ടോർക്ക് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദ ഇൻക്രീസ് ഇൻ ദ ഇൻഡ്യൂസ്ഡ് ടോർക്ക് ഇവൻച്വലി സ്പീഡ്സ് അപ്പ് ദ റോട്ടർ ബാക്കപ്പ്. അപ്പോൾ ടോർക്ക് കൂടുന്ന സമയത്ത് നേരത്തെ കുറഞ്ഞ സ്പീഡ് എന്ത് ചെയ്യും, വീണ്ടും സ്പീഡ് കൂടാൻ വേണ്ടി തുടങ്ങും. ആൻഡ് ദ മോട്ടോർ റൺസ് അഗെയിൻ അറ്റ് എ സിങ്ക്രോണസ് സ്പീഡ്. മോട്ടോർ വീണ്ടും സിങ്ക്രോണസ് സ്പീഡിൽ തന്നെ കറങ്ങും, ബട്ട് വിത്ത് എ ലാർജർ ടോർക്ക് ആംഗിൾ ഡെൽറ്റ. അതാണ് ഇമ്പോർട്ടൻറ്റ് സാധനം. സ്പീഡ് കൂടും, പക്ഷേ ടോർക്ക് ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് കൂടും. കാരണം ടോർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, സ്പീഡ് ലോഡ് കൂടുന്ന എഫക്റ്റ് നമുക്ക് എങ്ങനെ അറിയാം, സ്പീഡ് കുറഞ്ഞിട്ടല്ല അറിയാം, എന്താണ്, ഈ ഷിഫ്റ്റ് കാരണമാണ് അറിയാം. അപ്പോൾ പുതിയ ഡെൽറ്റയിലായിരിക്കും ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, സിങ്ക്രോണസ് സ്പീഡിൽ കറങ്ങുന്നുള്ളൂ. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ നേരത്തെ കുറവായിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്യും, ഡെൽറ്റ കൂടി. ഡെൽറ്റ കൂടുമ്പോഴാണ് എന്ത് കൂടിയ, ടോർക്ക് കൂടിയത്. അപ്പോൾ പുതിയ ഡെൽറ്റയിൽ, കൂടിയ ഡെൽറ്റയിൽ മോട്ടോർ വീണ്ടും എന്ത് ചെയ്യും, സിങ്ക്രോണസ് സ്പീഡിൽ തന്നെ കറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, ഇനി നോക്കാം നമ്മളെ പവറിൻ്റെ ഇക്വേഷൻ. നമ്മൾ അതിൽ പഠിച്ച പോലെ തന്നെയാണ്, ആൾട്ടർനേറ്ററിൽ പഠിച്ച പോലെ തന്നെയാണ് പവറിൻ്റെ ഇക്വേഷൻ വരുന്നത്. പി ഈസ് ഈക്വൽ ടു ഇ വി സൈൻ ഡെൽറ്റ ബൈ എക്സ്. ഓക്കെ, ഇനി നമ്മൾ അസ്യൂം ചെയ്യണം, കോൺസ്റ്റന്റ് ഇത് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വി ഈ കോൺസ്റ്റന്റ് ആണ്,
വി കോൺസ്റ്റന്റ്, എക്സൈറ്റേഷൻ കോൺസ്റ്റന്റ്, സപ്ലൈ വോൾട്ടേജ് കോൺസ്റ്റന്റ്, എക്സസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ പി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും, സൈൻ ഡെൽറ്റ ആയിരിക്കും. ഓക്കെ, ആ പോയിന്റ് അവിടെ ഇരുന്ന് നോക്കുക. പി പ്രൊപ്പോർഷണൽ ടു സൈൻ ഡെൽറ്റ ആണ്. ഇനി നമ്മൾ 3 കണ്ടീഷൻസ് എടുക്കാൻ പോവാണ്. നോർമൽ എക്സൈറ്റേഷൻ, അതേപോലെ ഇത് ഓവർ എക്സൈറ്റേഷൻ, പിന്നെ അണ്ടർ എക്സൈറ്റേഷൻ. ആ 3 കണ്ടീഷൻ എടുത്ത് നോക്കാം. നോർമൽ എക്സൈറ്റേഷൻ്റെ കേസിൽ ഇ കോസ് ഡെൽറ്റ ഈക്വൽ ടു വി എന്ന് വെച്ചാൽ നോക്കാം. നോർമൽ എക്സൈറ്റേഷൻ ഇതാണ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് വി, ഇത് നമ്മുടെ എക്സൈറ്റേഷൻ, നോർമൽ എക്സൈറ്റേഷൻ ആണ് E1 ഉള്ളത്. ഓക്കെ, E1ൽ നിന്ന് ഐ എക്സസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, വി കിട്ടും. ജനറേറ്ററിൽ നേരെ തിരിച്ചായിരുന്നു. ജനറേറ്ററിൽ എന്താ, V1 സപ്ലൈ വോൾട്ടേജ് പ്ലസ് ഐ എക്സസ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, E1 എന്ന് പറയുന്നത്. ഇവിടെ എന്ത് വരും, നേരെ ഇങ്ങോട്ടേക്ക് കൊടുക്കും, ഇങ്ങോട്ട് മൈനസ് ഐ എക്സസ് ആണ് എന്ത്, വി എന്ന് പറയുന്നത്. അപ്പോൾ വി നമ്മടുത്തുണ്ട് E1 എന്ന I1 എക്സസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, വി കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, കോൺസ്റ്റന്റ് എക്സൈറ്റേഷൻ നമ്മൾ പറഞ്ഞു. കോൺസ്റ്റന്റ് എക്സൈറ്റേഷൻ ആണെങ്കിൽ സംഭവിക്കും, അടുത്ത് നോക്കിയാൽ ഇതേ ലൈനിൽ തന്നെയാണ് എല്ലാം വരിക, ലോക്കസ് സെയിം ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് എക്സൈറ്റേഷൻ എന്ന് പറയാം, ഇത് റേഡിയസ് ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എക്സൈറ്റേഷൻ കോൺസ്റ്റന്റ് എക്സൈറ്റേഷൻ ആണ്. അടുത്ത ചെയ്താലും സംഭവിക്കും. ലോഡ് ആംഗിൾ നോക്കിയേ, ആദ്യത്തെ ലോഡ് ആംഗിൾ ഡെൽറ്റ ഇതായിരുന്നു. രണ്ടാമത്തെ ലോഡ് ആംഗിൾ നോക്കിയേ, ഇതാണ് രണ്ടാമത്തെ ലോഡ് ആംഗിൾ, ഡെൽറ്റയിലേക്കുള്ള രണ്ടാമത്തെ ലോഡ് ആംഗിൾ. ഓക്കെ, ആ ലോഡ് ആംഗിൾ വരുന്ന സമയത്ത് നോക്കിയേ E2, ഇതാണ് എക്സൈറ്റേഷൻ, ചേഞ്ച് ചെയ്യുന്നില്ല. ഈ വി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, സപ്ലൈ വോൾട്ട് കിട്ടാൻ വേണ്ടി IA2 എക്സസ്, IA2 എന്ത് ചെയ്യാണ്, കൂടുകയാണ് ചെയ്യുന്നത്. ആർമേച്ചർ കറണ്ട് എന്ത് ചെയ്യും, കൂടും. അതായത് ആർമേച്ചർ കറണ്ട് കൂടുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ UPFലായിരുന്നു, വിയും ഐയും ഒരേ ലൈനിലായിരുന്നു. രണ്ടാമത്തെ കേസിൽ എന്ത് സംഭവിക്കും, ഇവിടെ ലാഗിങ്ങിലാണ് വരുന്നത്. IA2 എക്സസ്, ഐൻ്റെ വാല്യൂ എന്താണ്, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാഗിങ് ഡെൽറ്റ കൂടുന്ന സമയത്ത് ഐയുടെ വാല്യൂ എന്ത് ചെയ്യും, കൂടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ലോഡ് കൂടിക്കഴിഞ്ഞാൽ ഡെൽറ്റയുടെ വാല്യൂ പിന്നെയും കൂടുന്നു, ഐയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഡ് കൂടുന്ന സമയത്ത് ആർമേച്ചർ ഡെൽറ്റ കൂടും, അതേപോലെ ആർമേച്ചർ കറണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇത് ലാഗിങ്ങിൻ്റെ കേസിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ വിനേക്കാളും IA1 ലാഗിങ്. ഓക്കെ, ആദ്യം IA1 ഉണ്ടായിരുന്നു, പിന്നെ IA2 എത്തി, പിന്നെ IA3 എത്തി, പിന്നെ എന്ത് വരും, ലോഡ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ആംഗിൾ ലാഗിങ് ആംഗിൾ കൂടിക്കൊണ്ട് വരും. ഓക്കെ, ലാഗിങ് റീജിയണിൽ. ഇനി അതേപോലെ എന്തുണ്ട്, ലീഡിങ് കൂടിയുണ്ട്, അത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് നോക്കാം. ഇനീഷ്യലി ദ മോട്ടോർ അറ്റ് നോർമൽ എക്സൈറ്റേഷൻ, ഇതാണ് നമ്മൾ നോർമൽ എക്സൈറ്റേഷൻ്റെ കേസിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലോഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ കറണ്ട് ഈസ് ലാഗിങ് ബിഹൈൻഡ് ദ വോൾട്ടേജ്. ആദ്യത്തെ കേസ് കറണ്ട് എന്താണ്, ലാഗിങ് ആണ് ചെയ്യുന്നത്. കറണ്ട് ലാഗിങ് ആയതുകൊണ്ട് തന്നെ ഇതിന് പവർ ഫാക്ടർ എന്തായിരിക്കും, ലാഗിങ് പവർ ഫാക്ടറാണ് അവിടെ ഉണ്ടാവുക. ഇനി പവർ ഫാക്ടർ ആംഗിൾ ഫൈ പ്രൊപ്പോർഷണൽ ടു ലോഡ്. ഇനി ഉള്ള ഒരു പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ലോഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, പവർ ഫാക്ടർ ആംഗിൾ കൂടും. പവർ ഫാക്ടർ ആംഗിൾ കൂടുന്ന സമയത്ത് പവർ ഫാക്ടർ എന്ത് ചെയ്യും, കുറയും. കാരണം കോസ് ഫൈ ആണ്, കോസ് ഫൈ കൂടുമ്പോൾ പവർ ഫാക്ടറിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ഫൈ കൂടുമ്പോൾ പവർ ഫാക്ടറിൻ്റെ ആംഗിൾ കുറയും. പവർ ഫാക്ടർ ആംഗിൾ ഫൈ പ്രൊപ്പോർഷണൽ ടു ലോഡാണ്, പക്ഷേ പവർ ഫാക്ടർ എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ്. ലോഡ് കൂടുമ്പോൾ പവർ ഫാക്ടർ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ഇനി IA നോക്കിയേ, ലോഡ് കൂടുമ്പോൾ IA എന്ത് ചെയ്യും, കൂടുന്നുണ്ട്. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് IA ഇൻക്രീസസ് വിത്ത് ലോഡ്. വാല്യൂ ഓഫ് IA ഇൻക്രീസസ് വിത്ത് ലോഡ്. അതുകൂടാണ്ട് എന്ത്, ടോർക്ക് ആംഗിൾ 3 കേസിലും ടോർക്ക് ആംഗിൾ നോക്കിയേ, ലോഡ് കൂടുന്ന സമയത്ത് ടോർക്ക് ആംഗിൾ എന്ത് ചെയ്യുന്നത്, കൂടുന്നുണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഡ്. ഓക്കെ, ഡെൽറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഡ്. അപ്പോൾ ഡെൽറ്റ കൂടിയാൽ നോക്കിയേ, ഡെൽറ്റ കൂടിയാൽ സൈൻ ഡെൽറ്റ കൂടിയാൽ ആര് കൂടും, പവറും കൂടി കൂടും. സോ പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഡ്. പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഡ്. പിന്നെ അതുപോലെ എന്താണ്, ലാഗിങ് ആണ് അല്ലേ, ലാഗിങ് ആണ്. അപ്പം സംഭവിക്കും, റിയാക്റ്റീവ് പവർ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അപ്പോൾ എത്ര പവറാണ് അബ്സോർബ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഡ്. റിയാക്റ്റീവ് പവർ Q അബ്സോർബ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഡ്. കാരണം എന്താ, IA എക്സസ് നോക്കിയാൽ കൂടുന്നില്ല ഓരോ കേസിലും. റിയാക്ടൻസ് പവർ എന്ന് ഇവിടെ അല്ല, എക്സസിലല്ല റിയാക്റ്റീവ് പവർ വരുന്നത്. IA ആ ടേം ഇവിടെ കൂടുന്നുണ്ട്. ലോഡ് കൂടുമ്പോൾ അടുത്തേയും കൂടുന്നുണ്ട്, പിന്നെയും ലോഡ് കൂടുമ്പോൾ IA3 XA3 3 ലൈൻസ് എന്തെങ്കിലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ Q അബ്സോർബ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഡ്. ഓക്കെ, ഇനി റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V/XS, ആരെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്, ഇൻറ്റു V - E കോസ് ഡെൽറ്റ ആണ് എന്ത്, റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ ആൾട്ടർനേറ്റർ കേസിൽ നോക്കിയായിരുന്നു. V/XS ഇൻറ്റു V - E കോസ് ഡെൽറ്റ, ഇതാണ് റിയാക്റ്റീവ് പവർ. അപ്പോൾ റിയാക്റ്റീവ് പവർ എന്ത് ചെയ്യുന്നുണ്ട്, ലോഡിനനുസരിച്ചിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ലോഡിനനുസരിച്ച് ഏതൊക്കെയാണ് കൂടുന്ന, പവർ ഫാക്ടർ ആംഗിൾ കൂടും, ആർമേച്ചർ കറണ്ട് കൂടും, ടോർക്ക് ആംഗിൾ കൂടും, പവർ കൂടും, റിയാക്റ്റീവ് പവർ കൂടും. ആകെ കുറയുന്ന എന്താണ്, പവർ ഫാക്ടറാണ് എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഇത് ലാഗിങ്ങിൻ്റെ കേസിൽ. ഇനി നമുക്ക് ലീഡിങ് നോക്കാം. ലീഡിങ് കേസിൽ ഇനീഷ്യലി ദ മോട്ടോർ ഈസ് അറ്റ് നോർമൽ എക്സൈറ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. E1 നോർമൽ എക്സൈറ്റേഷനിലുണ്ട്. ഓക്കെ, ഇനി ലീഡിങ് വരുമ്പോൾ ഇങ്ങോട്ടേക്കാണ് ഇത് വരിക. കാരണം I1 ലീഡിങ് ആണുള്ളത്. നോക്കിയേ, I1 ലീഡിങ് ആണ്. ഇനി നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യാണ്. സോ ലോഡ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ IA3 ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നോക്കി, IA1 ഉണ്ട്, IA2 ഉണ്ട്, IA3. ആർമേച്ചർ കറണ്ട് എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ കറണ്ട് ഈസ്, ഫസ്റ്റത്തെ കേസ് ലീഡിങ് ആയതുകൊണ്ട് തന്നെ കറണ്ട് ഈസ് ലീഡിങ് ബിഹൈൻഡ് ദ വോൾട്ടേജ്, ലീഡിങ് ചെയ്യുന്നുണ്ട്. പവർ ഫാക്ടർ ബിക്കംസ് ലീഡിങ് കറണ്ട് ആയതുകൊണ്ട് പവർ ഫാക്ടർ എന്തായിരിക്കും? ലീഡിങ് ആയിരിക്കും. ഇത് നോക്കിയാൽ ലോഡ് പ്രൊപ്പോർഷണൽ ആയിട്ട് ആര് കുറയും? പവർ ഫാക്ടർ ആംഗിൾ 5 കുറയും. വിയും ഐയും തമ്മിലുള്ള ആംഗിൾ നോക്കിയേ, വിയും ഐയും തമ്മിലുള്ള ആംഗിൾ. ലോഡ് കൂടുമ്പോൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ IA3 ഉണ്ട്, IA2 ഉണ്ട്, IA1 ഉണ്ട്. അപ്പോൾ ലോഡ് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ലോഡ് കുറയ്ക്കുമ്പോൾ പവർ ഫാക്ടർ ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്താണ് പോകുന്നത്. ദാറ്റ് ഈസ് പവർ ഫാക്ടർ ആംഗിൾ ലോഡ് കുറയുമ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഫൈ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ്. ലോഡ് കൂടുമ്പോൾ ഫൈ എന്ത് ചെയ്യും? കുറയും. ലോഡ് കൂടുമ്പോൾ ഫൈ കുറയും. ഫൈ കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കോസ് ഫൈ കൂടും. ഓക്കെ, കോസ് ഫൈ കൂടും. ദാറ്റ് ഈസ് പവർ ഫാക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഡ്. ലോഡ് കൂടുമ്പോൾ പവർ ഫാക്ടർ എന്താണ്? ഇംപ്രൂവ് ആണ് ചെയ്യുന്നത്. ലീഡിങ്ങിലാണ്. ലോഡ് കൂടുമ്പോൾ പവർ ഫാക്ടർ എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. മറ്റത് എന്ത് തന്നെയാണ്? സെയിം തന്നെ ആയിരിക്കും. ലോഡ് കൂടുമ്പോൾ ആർമേച്ചർ കറണ്ട് എന്ത് ചെയ്യും? കൂടും. ഡെൽറ്റ കൂടും. എന്ത് കൂടും? പവർ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഇനി പവർ, റിയാക്റ്റീവ് പവർ അബ്സോർബ് ആണോ ഇതാണോ എന്ന് നോക്കാം. എന്താണ്? അബ്സോർബ് ആണോ ഡെലിവർ ആണോ എന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഈ കോസ് ഡെൽറ്റ, ഈ ടേം ആണ് എന്ത്? ഈ ടേം നോക്കാം. കോസ് ഡെൽറ്റ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ലോഡ് കൂടുമ്പോൾ കോസ് ഡെൽറ്റ എന്താണ്? കുറയാണ് ചെയ്യുന്നത് അല്ലേ? ലോഡ് കൂടുമ്പോൾ പവർ ഫാക്ടർ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ? ഈ ടേം ആണ് എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് ആണ് വരിക. പോസിറ്റീവ് വരുമ്പോൾ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ? പോസിറ്റീവ് വരുമ്പോൾ അബ്സോർബ് ചെയ്യും. നെഗറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ടേം, ഈ മൊത്തത്തിലുള്ള ടേം പോസിറ്റീവ് ആണെങ്കിൽ റിയാക്റ്റീവ് പവർ അബ്സോർബ് ചെയ്യും. നെഗറ്റീവ് ആകുമ്പോൾ റിയാക്റ്റീവ് പവർ എന്ത് ചെയ്യും? ഡെലിവർ ചെയ്യും. അപ്പോൾ ലാഗിങ്ങിൻ്റെ കേസിൽ എന്താണ്? അബ്സോർബ് ആണ് ചെയ്യുന്നത്. പോസിറ്റീവ് ആണ് ഇവിടെ വരുന്നത്. ഇനി ലീഡിങ് ആണെങ്കിലോ? ലീഡിങ് ആണ് നോക്കിയേ, ഈ കോസ് ഡെൽറ്റ, ഈ ഒരു ടേം മാത്രം നോക്കാം. ലോഡ് കൂടുമ്പോൾ പവർ ഫാക്ടർ എന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. പവർ ഫാക്ടർ കൂടുന്ന വെച്ചാൽ ഈ ഒരു ടേം എന്തായി പോകും? നെഗറ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലല്ല. വി മൈനസ് ഈ കോസ് ഡെൽറ്റ ആണ്. ഇതെന്താവും? നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ റിയാക്റ്റീവ് പവർ എന്തായിരിക്കും? ഡെലിവർ ആണ്. ഓക്കെ, റിയാക്റ്റീവ് പവർ ഡെലിവറിങ് ആയിരിക്കും എന്തിൽ വരുന്നത്? ലീഡിങ് റീജിയനിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സിങ്ക്രോണസ് കണ്ടൻസറായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്. ലീഡിങ് റീജിയനിൽ റിയാക്റ്റീവ് പവർ എന്ത് ചെയ്യും? ഡെലിവർ ചെയ്യും. അത് ഇൻഡക്ഷൻ മോട്ടർ അബ്സോർബ് ചെയ്യുന്ന അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്റ്റീവ് പവർ എന്ത് ചെയ്യും? ഡെലിവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിയാക്റ്റീവ് പവർ Q ഡെലിവേർഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ്. അപ്പോൾ ഇക്വേഷൻ റിയാക്റ്റീവ് പവർ Q ഈസ് ഈക്വൽ ടു V ബൈ XS ഇൻറ്റു V മൈനസ് ഈ കോസ് ഡെൽറ്റ. ഓക്കെ, ഇതാണ് ലോഡ് ചേഞ്ചിൽ വരുന്നത്. ഇപ്പോൾ പറഞ്ഞ ഇത് തന്നെയാണ്. അപ്പോൾ എക്സൈറ്റേഷൻ്റെ എഫക്റ്റ്, അതുപോലെ പവർ കൂടുന്നു. ഓരോ കേസിൽ പവർ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കുകയാണ്. P1 പ്രൊപ്പോർഷണൽ ടു P2. ലോഡ് കൂടുമ്പോൾ പവർ കൂടിക്കൊണ്ട് വരും. ഓക്കെ, ഇതാണിപ്പോൾ പറഞ്ഞ സാധനം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ലീഡിങ് പവർ ഫാക്ടറിലാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ സെയിം സാധനം ജസ്റ്റ് ഒന്ന് ടേബിളാക്കി വെച്ചെന്നേ ഉള്ളൂ. പവർ ഫാക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഡ് ലീഡിങ്ങിൽ. ഓക്കെ, ലാഗിങ് ആണെങ്കിലോ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ്. ആർമേച്ചർ കറണ്ട് രണ്ടിലും തന്നെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഡെൽറ്റ രണ്ടിലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പവറും രണ്ടിലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ലീഡിങ് ആണെങ്കിൽ എന്ത് ചെയ്യും? Q റിയാക്റ്റീവ് പവർ ഡെലിവർ ആണ് ചെയ്യുന്നത് ആൻഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ്. ലാഗിങ് പവറിലാണെങ്കിൽ അബ്സോർബ് ആണ് ചെയ്യുന്നത് ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ്. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ലോഡ് കൂടുമ്പോൾ റിയാക്റ്റീവ് പവർ കൂടും. ഇതോ ലോഡ് കൂടുമ്പോൾ റിയാക്റ്റീവ് പവർ എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നോ ലോഡിൽ നമ്മൾ സിങ്ക്രോണസ് കണ്ടൻസർ എന്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓവർ എക്സൈറ്റഡ് നോ ലോഡിൽ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ലോഡ് കുറയുമ്പോൾ ഡെലിവർ ചെയ്യുന്ന റിയാക്റ്റീവ് പവർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതാണ് സിങ്ക്രോണസ് കപ്പാസിറ്റർ അല്ലെങ്കിൽ പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയാൻ കാരണം. ഓക്കെ, ലീഡിങ് പവർ ഫാക്ടർ റീജിയനിൽ. നെക്സ്റ്റ് ഇക്വാലൻസ് സർക്യൂട്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ജസ്റ്റ് ആൾട്ടർനേറ്ററിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളുണ്ട്? സ്റ്റേറ്റർ സൈഡിൽ ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ ലീക്കേജ് റിയാക്റ്റൻസും എക്സെല്ലും ആർമേച്ചർ റിയാക്റ്റൻസിൻ്റെ സം എക്സെൽ പ്ലസ് എക്സ് എന്ന് പറയുന്ന എക്സസും കൂടിയുണ്ട്. ഇതാണ് സ്റ്റേറ്റർ സൈഡിൽ. അതുപോലെ റോട്ടർ സൈഡിൽ എന്തുണ്ട്? ഫീൽഡ് വൈൻഡിങ് ഉണ്ട്, അതിലേക്ക് ഒരു ഫീൽഡ് കറണ്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ആകെ വ്യത്യാസം എന്തേ ഉള്ളൂ? ആൾട്ടർനേറ്ററിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങോട്ടേക്കാണ് കറണ്ട് കിട്ടിയിരുന്നത്. ഐയുടെ ഡയറക്ഷൻ നമ്മളെ ടുവേർഡ്സ് ആയിരുന്നു. പക്ഷേ മോട്ടർ ആകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? അങ്ങോട്ടേക്ക് എന്ത് കൊടുക്കണം? കറണ്ട് കൊടുക്കണം. അപ്പോൾ ഐയുടെ ഡയറക്ഷൻ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അതാണ് ഇക്വാലൻസ് സർക്യൂട്ടിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. കാരണം പവർ ഫ്ലോ എന്താണ്?
റിവേഴ്സ് ആണ്. നമ്മൾ പവർ അങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്. ആൾട്ടർനേറ്റർ ആണെങ്കിൽ പവർ നമ്മൾ ഇങ്ങോട്ടേക്ക് തരും. ഓക്കെ, അപ്പോൾ ഇക്വാലന്റ് സർക്യൂട്ട് ആൾട്ടർനേറ്ററിൻ്റെയും ഇത് സെയിം തന്നെയാണ്. എക്സെപ്റ്റ് ദാറ്റ് ദ റെഫറൻസ് ഡയറക്ഷൻ ഓഫ് IA ഈസ് റിവേഴ്സ്ഡ്. ആർമേച്ചർ കറണ്ട് ഡയറക്ഷൻ മാത്രം എന്തായിരിക്കും? റിവേഴ്സ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 ഫേസിൻ്റെ ഇതാണ് തന്നേക്കുന്നത്. ഓരോ ഫേസിലും എന്തുണ്ട്? എക്സസ് ഉണ്ട്, RA ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ്, ഓരോ ഫേസ് വോൾട്ടേജ്. ഇത് അവിടെ ഉണ്ടാകുന്ന കറണ്ട്. ഓക്കെ, IA2 അതുപോലെ IA3 ഓരോ ഫേസിലും. ഇത് മൊത്തത്തിലുള്ള ഫീൽഡിൽ RF ഉണ്ട്, LF ഉണ്ട്. ഇത് നമ്മൾ ഫീൽഡ് കറണ്ട് വേരി ചെയ്യാൻ കൊടുക്കുന്ന റിയോസ്റ്റാറ്റ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് സിങ്ക്രണസ് മോട്ടറിൻ്റെ ഇക്വലൻസ്. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ ഉണ്ടാവുന്ന ബാക്ക് EMF, അതാണ് നമ്മൾ EA1 EA2 EA3 ആയിട്ട് കാണിച്ചേക്കുന്ന ബാക്ക് EMFൻ്റെ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതാണ് EB പ്ലസ് IA ഇൻറ്റു ZS. ഇതാണ് ടോട്ടൽ ZS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ V ഈസ് ഈക്വൽ ടു EB പ്ലസ് IA ഇൻറ്റു ZS. ഇതാണ് നമ്മുടെ ടെർമിനൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് എന്താണ്? പവർ ഫ്ലോ. ഒരു സിങ്ക്രണസ് മോട്ടറിന് എങ്ങനെയൊക്കെയാണ് പവർ ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പവർ ഫ്ലോ അറിയണമെങ്കിൽ ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ മതി. ആദ്യം നമ്മൾ എന്ത് കൊടുക്കും? സ്റ്റേറ്ററിലേക്ക് പവർ ഇൻപുട്ട് കൊടുക്കും. ഓക്കെ, P ഇൻപുട്ട് കൊടുക്കുന്നു. സ്റ്റേറ്ററിലേക്കാണ് കൊടുക്കുന്നത്. സ്റ്റേറ്ററിൽ എന്തുണ്ട്? വൈൻഡിങ്സ് ഉണ്ട്. വൈൻഡിങ്ങിൽ ഒബ്വിയസ് ആയിട്ട് എന്തുണ്ടാവും? കോപ്പർ ലോസ് ഉണ്ടാവും. അപ്പോൾ AC നമ്മൾ സ്റ്റേറ്ററിലേക്ക് കൊടുത്ത പവറിൽ നിന്ന് സ്റ്റേറ്റർ കോപ്പർ ലോസ് കുറച്ചിട്ട് കിട്ടുന്നതാണ് ഇവിടെ കിട്ടുന്നത്, നമ്മുടെ റോട്ടറിലേക്ക് കിട്ടുന്നത്. ഓക്കെ, റോട്ടറിലാണ് ആക്ച്വലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് വിളിച്ചു? PM എന്ന് വിളിച്ചു. മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ്, PM. ഇനി എന്താണ്? റോട്ടർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് സാധനമാണ്. റൊട്ടേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും? ഫ്രിക്ഷൻ ലോസ്, വിൻഡേജ് ലോസ് ഒക്കെ ഉണ്ടാവും. പിന്നെ എക്സൈറ്റേഷൻ, നമ്മൾ DC സപ്ലൈ ആണ് കൊടുക്കുന്നത്. ആ DCയിൽ ഉണ്ടാവുന്ന ഫീൽഡ് കോപ്പർ ലോസ് ഒക്കെ ഉണ്ട്. അതിനെ ജനറലായിട്ട് എക്സൈറ്റേഷൻ ലോസസ് എന്ന് വിളിക്കാം. ആ പ്രൊഡ്യൂസ് ചെയ്ത മെക്കാനിക്കൽ പവറിൽ നിന്ന് അയൺ ലോസ്, ഫ്രിക്ഷൻ ലോസ്, എക്സൈറ്റേഷൻ ലോസ് ഒക്കെ കുറച്ചിട്ട് കിട്ടുന്നതാണ് ആക്ച്വലി നമുക്ക് ഷാഫ്റ്റിൽ കിട്ടുന്ന പവർ എന്ന് പറയുന്നത്. നെറ്റ് മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് അറ്റ് ഷാഫ്റ്റ്. ഈ ഒരു ഫ്ലോ അങ്ങ് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് RA is equal to armature resistance per phase, XS is equal to synchronous reactance. ടോട്ടൽ ഇമ്പിഡൻസ് എന്തായിരിക്കും? R plus JX ആണ്. നമുക്കറിയാം ആർമേച്ചർ കറണ്ട് ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ? ER by ZS. അതിൽ ER എന്ന് വെച്ചാൽ എന്താണ്? ER എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലുള്ളതാ? V മൈനസ് EB. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജും അവിടെ ഉണ്ടാവുന്ന ബാക്ക് EMF EB by ZS. ഇനി V ഈക്വൽ ടു എന്താണ്? EB പ്ലസ് IA ഇൻറ്റു ZS. V ഈക്വൽ ടു EB പ്ലസ് IA ഇൻറ്റു ZS. നമ്മൾ പഠിച്ച എല്ലാ ടേംസ് ഒന്ന് സമ്മറൈസ് ചെയ്യുന്നു. ഇനി തീറ്റ എന്ന് വെച്ചാൽ എന്താ? ഇന്റേണൽ ആംഗിൾ ആണ്. ഇതൊക്കെ തമ്മിലുള്ളതാ? IAയും ERും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു XS ബൈ RA. RA നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ഈക്വൽ ടു 90. ഇനി നമ്മൾ മോട്ടറിലേക്ക് കൊടുക്കുന്ന പവർ ഇൻപുട്ട് നമ്മൾ എവിടെയാണ്? സ്റ്റേറ്ററിലേക്കാണ് കൊടുക്കുന്നത്. 3 ഫേസ് സപ്ലൈ ആണ് കൊടുക്കുന്നുള്ളത്. എന്തായിരിക്കും 3 ഫേസ് സപ്ലൈ എന്ന് പറഞ്ഞത്? സിംഗിൾ ഫേസ് ആണെങ്കിൽ VIA കോസ് 5. ഓക്കെ, ഓരോ ഫേസിലും V ഇൻറ്റു IA കോസ് 5 ഉണ്ടാവും. അപ്പോൾ ഈ V എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ ഫേസിലാണ് പറഞ്ഞത്, ഫേസ് വോൾട്ടേജ് ആണ്. ഇനി സ്റ്റാർ കണക്റ്റഡ് ആണെങ്കിൽ ടോട്ടൽ ഇൻപുട്ട് ഫോർ എ സ്റ്റാർ കണക്റ്റഡ് മെഷീൻ P ഈസ് ഈക്വൽ ടു √3 VLIL കോസ് 5. ഓക്കെ, √3 VLIL കോസ് 5 ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഈ P ഇൻപുട്ടിൽ കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ പവർ √3 VLIL കോസ് 5. ഓക്കെ, എല്ലാ ലൈൻ വാല്യൂസ് ആണ്. √3 VLIL കോസ് കോസ് സൈൻ 5 അല്ല, കോസ് 5. √3 VLIL കോസ് 5. ഇനി അവിടെ നിന്ന് സ്റ്റേറ്റർ കോപ്പർ ലോസ് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? റോട്ടറിൽ മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്തെന്ന് വിളിച്ചു? PM എന്ന് വിളിച്ചു. ഓക്കെ, ഇനി റോട്ടറിൽ ഉണ്ടാവുന്ന PMൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? റോട്ടറിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് എത്രയാണ്? റോട്ടറിലാണ് ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയാണ്? നമ്മൾ V ആണ് കൊടുത്തത്. അവിടെ നിന്നുണ്ട് സംഭവിച്ചു? ബാക്ക് EMF ഉണ്ടായി അല്ല, EB ഉണ്ടായി. റോട്ടറിലൊരു കറണ്ട് ഉണ്ടായി, ആർമേച്ചർ കറണ്ട് IA ഇൻറ്റു EBയും IAൻ്റെ ഇടയിലുള്ള ആംഗിൾ കോസ് 5. ഓക്കെ, ദാറ്റ് ഈസ് PM. ബാക്ക് മെക്കാനിക്കൽ പവർ എന്ന് പറഞ്ഞത് ബാക്ക് EMF ഇൻറ്റു എന്തായിരിക്കും? ആർമേച്ചർ കറണ്ട് ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ IA ആൻഡ് EB. IAൻ്റെ EBൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ഇത് PM എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് PM ഇസ് ഈക്വൽ ടു ഇതായിരിക്കും EB IA ഇൻറ്റു കോസ് തീറ്റ കോസ് 5. ഓക്കെ, EBൻ്റെ IAയുടെ ആംഗിളാണ് 5 എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ദിസ് പവർ ഡെവലപ്ഡ് സം വുഡ് ഗോ ടു മീറ്റ് അയൺ ആൻഡ് ഫ്രിക്ഷൻ ആൻഡ് എക്സൈറ്റേഷൻ ലോസ്. മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ചെയ്ത മൊത്തം നമുക്ക് കിട്ടില്ല. അതിലൊരു ഭാഗം എന്തായി പോകും? അയൺ ലോസും ഫ്രിക്ഷൻ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഇനി ബാക്കി എന്തായിരിക്കും? അതിൻ്റെ ബാക്കിയാണ് ഇവിടെ കിട്ടുക പവർ അവൈലബിൾ അറ്റ് ദ ഷാഫ്റ്റ്. അപ്പോൾ മെക്കാനിക്കൽ പവർ ഡെവലപ്മെൻറ്റിനേക്കാളും കുറവായിരിക്കും എന്തെന്ന് പറയുന്നത്? മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ ഷാഫ്റ്റ് പവർ. ഓക്കെ, അപ്പോൾ ഷാഫ്റ്റ് പവർ നമുക്ക് എന്താ പറയാം? ടോട്ടൽ മെക്കാനിക്കൽ പവർ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് പവർ P ന്.
പി നിൽക്കുന്നത് എന്തെന്ന് പറയാം, മെക്കാനിക്കൽ പവറിൻ്റെ കൂടെ സ്റ്റേറ്റർ കോപ്പർ ലോസ് കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ടോട്ടൽ ഇൻപുട്ട് പവർ. ഇവിടെ നോക്കിയാൽ പി ഇൻപുട്ട് പവർ, അത് ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, മെക്കാനിക്കൽ പവറും സ്റ്റേറ്റർ കോപ്പർ ലോസും കൂട്ടിയാൽ എന്ത് കിട്ടണം, ഇൻപുട്ട് പവർ കിട്ടണം. ജസ്റ്റ് ഇതൊക്കെ വെച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ പി ഇൻപുട്ട് പവർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, മെക്കാനിക്കൽ പവർ പ്ലസ് സ്റ്റേറ്ററിലുണ്ടായ കോപ്പർ ലോസ് IA²RA, അല്ലെങ്കിൽ മെക്കാനിക്കൽ പവർ പി എം ഈക്വൽ ടു എന്തെന്ന് പറയാം, പി മൈനസ് IA²RA, പി മൈനസ് IA²RA. അതിൽ പി എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ട് പവർ ആണ്. ഓക്കെ, അപ്പോൾ 3 ഫേസ് ആണെങ്കിൽ പി ഇൻപുട്ട് എത്രയാണ്, √3 VLIL cos⁵ മൈനസ് 3 IA²RA. അപ്പോൾ ഓരോ ഫേസിലുള്ള ഇതാണ് IA²RA. 3 ഫേസിൽ വരുമ്പോൾ എന്തും 3 IA²RA. ഓക്കെ, ഇതാണ് എന്ത്, മെക്കാനിക്കൽ പവറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് പവർ ഫ്ലോ നടക്കുന്നത്. ആദ്യം സ്റ്റേറ്ററിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, സ്റ്റേറ്റർ കോപ്പർ ലോസ് ഉണ്ടാവുന്നു, റോട്ടറിൽ മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ചെയ്യുന്നു PM, അതിൽ നിന്ന് ഫ്രിക്ഷൻ ലോസ് അയൺ ലോസ് കുറയുന്നു, പിന്നെ നമുക്ക് ഷാഫ്റ്റിൽ എന്ത് കിട്ടും, P ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, ഇതാണ് പവർ ഫ്ലോ ഇൻ എ സിങ്ക്രണസ് മോട്ടോർ. ഇനി എത്ര പവറാണ് ഡെവലപ്പ് ചെയ്തത്, അതിനൊരു ഇക്വേഷൻ നമുക്ക് വേണം. ഡെറിവേഷൻ കാര്യങ്ങളൊന്നും വേണ്ട, ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഫൈനൽ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, കാരണം ഇതിൽ ZS ഒക്കെ ഉണ്ട്. നമ്മൾ ZSനെ XSനെ കൂടുതലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ R0 ആകുമ്പോഴാണ് എന്ത് പറഞ്ഞത്, തീറ്റയുടെ വാല്യൂ 90 എന്ന് പറഞ്ഞത്. ഓക്കെ, തീറ്റയുടെ വാല്യൂ 90 എന്ന് പറയും. പക്ഷേ R നമ്മൾ കംപ്ലീറ്റ് നെഗ്ലക്ട് ചെയ്യുന്നില്ല. R ഈസ് വെരി വെരി ലെസ് ദാൻ XS എന്ന് പറഞ്ഞിട്ട് തീറ്റയുടെ വാല്യൂ എന്തായിട്ട് എടുക്കും, ലെസ് ദാൻ 98 എടുക്കും ഡെറിവേഷനിൽ. ഓക്കെ, അതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഫൈനൽ ഇക്വേഷൻ മാത്രം നോക്കുക. റിയൽ പവർ ഈസ് ഈക്വൽ ടു EV sin delta ബൈ ZS. ഇതാണ് പവറിൻ്റെ ഇക്വേഷൻ. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ നോക്കിയിരുന്ന ഇക്വേഷൻ. EV sin delta ബൈ ZS അല്ലെങ്കിൽ XS. ഓക്കെ, ആരെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ XS മാത്രം വരും. ഓക്കെ, EV sin delta ബൈ ZS. ഇതാണ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ സിങ്ക്രണസ് മോട്ടോർ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇതാണ്, മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ്, മാക്സിമം പവർ ഡെവലപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ വരുന്നത്. മാക്സിമം പവർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു സിങ്ക്രണസ് മോട്ടറിൻ്റെ കേസിൽ മാക്സിമം പവർ ഡെവലപ്മെൻറ്റ് എന്താണ് കണ്ടീഷൻസ്, അത് നമ്മുടെ പവറിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം, പവറിൻ്റെ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റയിൽ എന്ത് ചെയ്യാം, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധനം കിട്ടുന്നതാണ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു തീറ്റ. എപ്പോഴാണ് തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആവുന്നത്, ആ സമയത്തായിരിക്കും എന്തെന്ന് പറയുന്നത്, ഒരു സിങ്ക്രണസ് മോട്ടറിൻ്റെ കേസിൽ മാക്സിമം പവർ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് ടോർക്ക് ആംഗിൾ ആണ്, തീറ്റ എന്ന് പറയുന്നത് ഇന്റേണൽ ആംഗിൾ ആണ്. എപ്പോഴാണ് ഡെൽറ്റയും തീറ്റയും ഈക്വൽ ആവുന്നത്, ആ സമയത്തായിരിക്കും എന്തുണ്ടാവുക, ഒരു സിങ്ക്രണസ് മോട്ടറിൽ മാക്സിമം പവർ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, EV ബൈ ZS കോസ് ഡെൽറ്റ, അതിൽ കോസ് തീറ്റ. ഇത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. V² ബൈ ZS കോസ് EV ബൈ ZS കോസ് തീറ്റ ആണിത് കേട്ടോ, തീറ്റ മൈനസ് E² ബൈ ZS കോസ് തീറ്റ. ഓക്കെ, ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ, മാക്സിമം പവറിൻ്റെ ഇക്വേഷൻ. മാക്സിമം പവറിൻ്റെ ഇക്വേഷൻ ഒന്നും ചോദിക്കാറില്ല, ഈ കണ്ടീഷൻ ഓർത്ത് വയ്ക്കുക. തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആകുമ്പോഴാണ് സിങ്ക്രണസ് മോട്ടറിൽ എന്ത് വരുന്ന, പവർ മാക്സിമം ആവുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് സിങ്ക്രണസ് മോട്ടറിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി ഒരു 2 ക്ലാസ്സോടുകൂടി നമ്മൾ സിങ്ക്രണസ് മോട്ടർ കംപ്ലീറ്റ് ചെയ്യും. കാരണം സിങ്ക്രണസ് മോട്ടറിന് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ആൾട്ടർനേറ്റർ പറഞ്ഞിട്ടുണ്ട്, സംഭവം സെയിം തന്നെയാണ്, അധിക കാര്യങ്ങളും സെയിം തന്നെയാണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് സിങ്ക്രണസ് മോട്ടറിനും ആൾട്ടർനേറ്ററിനും ചോദിച്ച ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.